ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ മഹാഭാരത ചർച്ചയിൽ അഭിമന്യു എങ്ങനെയാണ് ചക്രവ്യൂഹത്തിൽ പെട്ടുപോയത് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അതിനെ തുടർന്ന് അഭിമന്യുവിൻ്റെ മരണത്തെക്കുറിച്ച് പാർത്ഥൻ അറിയുമ്പോൾ പാർത്ഥൻ്റെ പ്രതികരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? പാർത്ഥൻ പ്രതിജ്ഞ ചെയ്തു, സൂര്യാസ്തമയത്തിന് മുമ്പേ ഞാൻ ജയദ്രഥനെ കൊന്നിരിക്കും. പ്രതിജ്ഞയ്ക്ക് ശേഷം പിറ്റേ ദിവസം എന്താണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിധി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമധായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീ നാമിനേ. ശ്രീഭാഷഭാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനാദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദാപസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമാ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते. जयतां सुरदो पङ्गोर्मम मन्दमतेर्गतिमत्सर्वस्वपादां भुजो राधा मदनमोहनो दिव्यद्वृन्दारण्यकल्पद्रुमद श्रीमद्रत्नाकरसिंहासनस्थो श्रीमद्राधा श्रीलगोविन्ददेवो प्रेष्ठारभिसेव्यमानो स्मरामि. श्रीमद्रासरसारम्भे वंशीपरत्तरस्थिता कर्षन्वेणुस्वनैर्गोपीर्गोपीनाथश्रियस्तुना तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये. जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे हरे
രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ മുഖം കരോതി വാചാലം പങ്കും ലങ്കായതി ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. നമ്മൾ കഴിഞ്ഞ മഹാഭാരതത്തിൽ കേട്ടു, അർജുൻ പ്രതിജ്ഞ എടുക്കുകയാണ് സൂര്യാസ്തമയത്തിന് മുമ്പേ ജയദ്രഥനെ വധിക്കുമെന്ന്. യുദ്ധത്തിൻ്റെ 13ാമത്തെ ദിവസം സൂര്യോദയത്തിന് കുറച്ച് മുമ്പായിട്ട് യുധിഷ്ഠിരൻ എഴുന്നേൽക്കുകയാണ്. ചുറ്റും പല പല സംഗീത വിദ്വാൻമാരും യുധിഷ്ഠിരൻ്റെ സേവകരും യുധിഷ്ഠിരനെ സ്തുതിക്കുകയാണ്. പല പല യുധിഷ്ഠിരൻ്റെ വീരഗാഥകളും പാടിക്കൊണ്ട് യുധിഷ്ഠിരനെ ഉണർത്തുകയാണ്. പ്രാതകർമ്മങ്ങളെല്ലാം ചെയ്ത് വേണ്ടുന്ന യജ്ഞകർമ്മങ്ങളെല്ലാം ചെയ്തു. യുധിഷ്ഠിരനെ സഹായിക്കാനായിട്ട് 100 കണക്കിന് പരിചാരകരുണ്ടായിരുന്നു. അവർ യുധിഷ്ഠിരന് വേണ്ടുന്ന സുഗന്ധദ്രവ്യങ്ങളും എല്ലാം 100 തരം പാത്രങ്ങളിൽ കൊണ്ടുവന്നു. എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞതിന് ശേഷം ദേഹത്ത് നല്ല ചന്ദനത്തിൻ്റെ ലേപം ധരിക്കുകയാണ് അലങ്കാരമായിട്ട്. നല്ല വെളുത്ത ശുഭ്രവസ്ത്രം കൊണ്ടുവരികയാണ്. നല്ല സുഗന്ധമുള്ള താമരയുടെയും ചമ്പക പുഷ്പത്തിൻ്റെയും താമരയും ചമ്പക പുഷ്പത്തിൻ്റെയും പൂക്കൾ കൊണ്ടുണ്ട മാല ധരിക്കുകയാണ് യുധിഷ്ഠിരൻ. ഭഗവാനെ പ്രാർത്ഥിച്ചു. പല പല വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിച്ചു. ഹൃദയത്തിൽ ഭഗവാനോടുള്ള പ്രേമഭക്തി ഒരുപാട് വർദ്ധിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞുള്ള യജ്ഞകർമ്മങ്ങളോ അതെല്ലാം ചെയ്തു. എല്ലാവിധ ശുഭമായിട്ടുള്ള ഫലം ലഭിക്കാനായിട്ടുള്ള എല്ലാവിധ പൂജാതി കർമ്മങ്ങളും ചെയ്തു. വിജയത്തിനായിട്ട് പ്രാർത്ഥിച്ചു. യുധിഷ്ഠിരൻ പുറത്തിറങ്ങിയ സമയത്ത് ഒരുപാട് മുതിർന്ന ബ്രാഹ്മണർ അവിടെ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. 1000 ബ്രാഹ്മണരുണ്ടായിരുന്നു. വളരെ മുതിർന്ന ബ്രാഹ്മണരായിരുന്നു അവരെല്ലാം. അവരുടെ കൂട്ടത്തിൽ അവരുടെ 8000 ശിഷ്യരും ഉണ്ടായിരുന്നു. അവർ യുധിഷ്ഠിരന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു. അനുഗ്രഹ വാക്കുകളെല്ലാം പറഞ്ഞു. പിന്നെ യുധിഷ്ഠിരൻ അവർക്കെല്ലാവർക്കും ദാനധർമ്മങ്ങൾ ചെയ്തു. ആ 8000 ശിഷ്യർക്കും 1000 ബ്രാഹ്മണർക്കും യുധിഷ്ഠിരൻ ഓരോ ബ്രാഹ്മണരുടെ കയ്യിലും ഒരു വലിയ പാത്രം നിറച്ച് സ്വർണ്ണ നാണയങ്ങൾ, പശുക്കൾ, കുതിരകൾ, വസ്ത്രം, തേന്, നെയ്യ്, ഫലമൂലാദികൾ, ഇതുകൂടാതെ ഒരുപാട് അമൂല്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ദാനം കൊടുത്തു. അതിനുശേഷം ശിബിരത്തിൽ കയറി ആ സഭ കൂടുന്ന ആ സ്ഥലത്ത് ഇരിക്കുകയാണ്, ഉയർന്നൊരു സിംഹാസനത്തിൽ. ആ സിംഹാസനം മൊത്തത്തിൽ സ്വർണം കൊണ്ട് നിർമ്മിച്ചതാണ്. അതിൻ്റെ മുകളിൽ ഏറ്റവും വില കൂടിയ പട്ടുവസ്ത്രം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അതിൻ്റെ മുകളിൽ. അപ്പോൾ തന്നെ യുധിഷ്ഠിരൻ്റെ പല പല സേവകരും വന്ന് ഏറ്റവും അമൂല്യമായിട്ടുള്ള രത്നങ്ങളും മുത്തുമാലകളും ഒക്കെ യുധിഷ്ഠിരന് അണിയിച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം ധരിച്ച് ഇരുന്നപ്പോൾ കാണുമ്പോൾ നല്ല ഐശ്വര്യമായിരുന്നു യുധിഷ്ഠിരനെ കാണാൻ. അടുത്ത് സേവകർ ചാമരം വീശിക്കൊണ്ടേയിരിക്കുന്നു. അതിനോടൊപ്പം പല പല സേവകരും യുധിഷ്ഠിരനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ സമയത്ത് ആകാശത്ത് നിന്ന് ഗന്ധർവന്മാരും യുധിഷ്ഠിരനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്താണെങ്കിൽ ധാരാളം രഥങ്ങളുടെ ശബ്ദവും കുതിരകളുടെ ശബ്ദവും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എല്ലാവരും യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു.
ശംഖനാദം കൊണ്ട് നിറഞ്ഞു അവിടെ അടുത്ത് ശിബിരത്തിൻ്റെ അടുത്ത് എല്ലായിടത്തും. പിന്നെ പല യോദ്ധാക്കളും വരിയായിട്ട് നടന്ന് പോകുന്നതിൻ്റെ അവരുടെ കാലടി ശബ്ദങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് ശിബിരത്തിലെ ആ സഭാമന്ദിരത്തിൽ എല്ലാ യോദ്ധാക്കളും ഒത്തുകൂടിയിരിക്കുകയാണ്. എല്ലാവരും ഓരോരുത്തരായിട്ട് യുധിഷ്ഠിര മഹാരാജനെ നമസ്കരിച്ചു. എന്നിട്ട് അവരവരുടെ ആസനത്തിലിരുന്നു. അപ്പോഴേക്കും ഒരു ഭടൻ വന്നിട്ട് പറഞ്ഞു, ഭഗവാൻ കൃഷ്ണ എത്തിയെന്ന്. യുധിഷ്ഠിരൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഭഗവാനെ അകത്തോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ അടുത്ത് തന്നെ ഭഗവാൻ ഇരിക്കാനായിട്ടൊരു ആസനം കൊടുക്കുകയാണ്. ഭഗവാൻ വന്ന ഉടൻ തന്നെ സ്വയം യുധിഷ്ഠിരൻ എഴുന്നേറ്റ് ഭഗവാനെ സ്വാഗതം ചെയ്യുകയാണ്. എന്നിട്ട് യുധിഷ്ഠിരൻ ഭഗവാനെ ഇരുത്താനുള്ള ആ ഒരു ആസനത്തിലേക്ക് പോവുകയാണ്. ഭഗവാൻ അർഘ്യവാദ്യങ്ങളെല്ലാം കൊടുത്തു. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് തന്നെ സാത്വികടുത്തും ഭഗവാൻ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ ഭഗവാനും സാത്വികയും ഒരേ ആസനത്തിൽ തന്നെ ഇരിക്കുന്നു, യുധിഷ്ഠിരൻ്റെ തൊട്ടടുത്തായിട്ട്. അങ്ങനെ ഭഗവാൻ ഇരുന്നതിന് ശേഷം യുധിഷ്ഠിര മഹാരാജ് ഭഗവാനോട് പറയാണ്, മധുസൂദന, ഇന്നലെ അങ്ങേക്ക് നന്നായി സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞോ? എങ്ങനെയാണോ ദേവന്മാരെല്ലാം ദേവേന്ദ്രനെ ആശ്രയിക്കുന്നത്, അതേപോലെ നമ്മളെല്ലാവരും അങ്ങേ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങയിലൂടെ മാത്രമേ നമുക്ക് ശാശ്വതമായിട്ടുള്ള ശാന്തി സമാധാനം കിട്ടൂ. നമ്മുടെ അസ്തിത്വം തന്നെ അങ്ങയിൽ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് അങ്ങയ്ക്ക് അനുയോജ്യമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, അർജുൻ്റെ പ്രതിജ്ഞയെ അങ്ങ് സംരക്ഷിക്കണം. ഈ ദുഃഖത്തിൻ്റെയും ക്രോധത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും ഈ ഒരു സമുദ്രത്തെ മറികടക്കാൻ നമുക്ക് കഴിയണേ കേശവ എന്ന് പറയണം. മാധവ, കൗരവ സൈന്യം ഒരു സമുദ്രത്തെ പോലെയാണ്. നമ്മളെ ഈ സമുദ്രത്തെ മറികടക്കാനായിട്ടുള്ള ഒരു കപ്പലായിട്ട് അങ്ങ് മാറണം. അങ്ങ് ജയിക്കട്ടെ. അങ്ങ് വിഷ്ണു, അങ്ങ് ഹരിയാണ്, ജനാർദ്ദനാണ്, അങ്ങ് പുരുഷോത്തമനാണ്. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്. അങ്ങേ ആശ്രയിക്കുന്ന എല്ലാ ദാസന്മാരെയും അങ്ങ് സംരക്ഷിക്കും. അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങേ ആശ്രയിച്ചിരിക്കുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഭഗവാൻ ചിരിച്ചു. എന്നിട്ട് വളരെ ശാന്തസ്വരത്തിൽ ഭഗവാൻ പറഞ്ഞു, ഭൂമിയിലോ സ്വർഗത്തിലോ അർജുനെ പോലെ ഒരു ധനുധാരി വേറെയില്ല. അതുകൊണ്ട് ആ സുന്ദരനായിട്ടുള്ള വീരനായകൻ ഇന്ന് നിങ്ങളുടെ ശത്രുക്കളെ എല്ലാവരും കൊല്ലും. ഞാൻ സ്വയം അവൻ്റെ രഥം എന്തായാലും ഓടിക്കുകയാണല്ലോ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അർജുനെ സഹായിക്കാൻ ശ്രമിക്കും. ഇന്ന് ജയദ്രഥൻ എന്തായാലും മരിച്ചിരിക്കും. ഇന്ന് രാത്രി ചെന്നായ്ക്കളും കഴുകന്മാരും അവൻ്റെ മാംസം ആസ്വദിക്കുന്നതായിരിക്കും. സാക്ഷാൽ ദേവേന്ദ്രനോ ദേവന്മാരോ ജയദ്രഥനെ രക്ഷിക്കാൻ വന്നാലും അവർക്കാർക്കും ജയദ്രഥനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ഇന്നത്തെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം അർജുൻ അങ്ങയുടെ മുമ്പിൽ ആ ശുഭവാർത്തയായിട്ട് വരും, ജയദ്രഥൻ മരിച്ചു എന്നത്. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ ദുഃഖവും വിഷമയും ആശങ്കകളും എല്ലാം മാറ്റിവെച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറഞ്ഞു. ഭഗവാൻ ഇത് പറഞ്ഞു തീർന്നതും അർജുൻ അവിടെ എത്തിയെന്നുള്ളതാണ്. അർജുൻ യുധിഷ്ഠിരൻ്റെ മുമ്പിൽ നമസ്കരിച്ചു. യുധിഷ്ഠിരൻ ഉടനെ എഴുന്നേറ്റ് അർജുനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ധനഞ്ജയ, നീ എന്തായാലും വിജയിക്കും. നിൻ്റെ ചുറ്റും പല പല ശുഭ നിമിത്തങ്ങളും ഞാൻ കാണുന്നു. പിന്നെ സർവോപരി സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം നിൻ്റെ കൂട്ടത്തിലുണ്ട്. അർജുൻ യുധിഷ്ഠിരൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അന്നത്തെ ദിവസത്തെ യുദ്ധത്തിൻ്റെ രണനീതി എന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്തു. ചാരന്മാരിൽ നിന്ന് കേട്ടു, ജയദ്രഥനെ സംരക്ഷിക്കാനായിട്ട് വളരെ ദുർഘടമായിട്ടുള്ളൊരു വ്യൂഹമാണ് ദ്രോണാചാര്യർ രചിക്കാൻ പോകുന്നത്. അങ്ങനെ അതിന് പകരമായിട്ടുള്ളൊരു വ്യൂഹത്തെ പാണ്ഡവർ അതിനുള്ള പദ്ധതി ഇട്ടു.
എന്നിട്ട് യുദ്ധത്തിനായിട്ട് പോയി. ഭഗവാൻ കൃഷ്ണൻ അർജുൻ്റെ രഥത്തെ തയ്യാറാക്കി. അതിൽ എല്ലാ തരത്തിലുള്ള ആയുധങ്ങളെയും കൊണ്ട് നിറച്ചു. നല്ല സ്വർണത്തിൻ്റെ കവചവും ധരിച്ചുകൊണ്ട് ഭഗവാൻ രഥത്തെ നയിക്കുകയാണ് ആ ശിബിരത്തിലേക്ക്, അർജുൻ്റെ ആ ശിബിരത്തിലേക്ക്. അർജുൻ ശിബിരത്തിൽ നിന്നും പുറത്തിറങ്ങി രഥത്തെ പ്രദക്ഷിണം ചെയ്യുകയാണ്, ഗാണ്ഡീവവും കൈ പിടിച്ചുകൊണ്ട്. എന്നിട്ട് സൂര്യൻ കിഴക്ക് ദിശയിലേക്ക് ഉദിച്ചു ഉയരുന്നത് പോലെ അർജുൻ രഥത്തിൽ കയറി ഇരിക്കുകയാണ്. സാത്വികയും അടുത്തതായിട്ട് തന്നെ ഒരു രഥത്തിൽ കയറി അവരോടൊപ്പം കൂടുകയാണ്. അതേ സമയത്ത് അസംഖ്യം വാദ്യവിദ്വാൻമാരെല്ലാവരും അവരവരുടെ വാദ്യോപകരണങ്ങൾ വായിക്കാൻ തുടങ്ങി. എല്ലാവരും അർജുൻ്റെ വീരഗാഥകൾ പാടാൻ തുടങ്ങി. എല്ലാവരും അനുഗ്രഹ വാക്കുകളൊക്കെ പറയാൻ തുടങ്ങി. ഇതെല്ലാം കേട്ടിട്ട് ബാക്കിയുള്ള യോദ്ധാക്കൾക്ക് ഒരുപാട് പ്രചോദനം ലഭിച്ചു. അർജുനും അർജുൻ്റെ വിശ്വാസം വർദ്ധിച്ചു. യുദ്ധത്തിനായിട്ട് ഒരുപാട് ആകാംക്ഷ വർദ്ധിച്ചു. അതേ സമയത്ത് അതിസുന്ദരമായിട്ടുള്ളൊരു കാറ്റ് വീശാൻ തുടങ്ങി. പല സുഗന്ധ പുഷ്പങ്ങളുടെ സുഗന്ധവും അർജുന് കിട്ടാൻ തുടങ്ങി. ഇതെല്ലാം ശുഭലക്ഷണങ്ങളായിട്ട് കണ്ടു. അർജുനോടൊപ്പം സാത്വികയും കൂടെ സഞ്ചരിക്കുകയാണ് അതേ രഥത്തിൽ തന്നെ. എന്നിട്ട് അർജുൻ സാത്വികടുത്ത് പറഞ്ഞു, ഇന്ന് എൻ്റെ വിജയം സുനിശ്ചിതമാണെന്ന് തോന്നുന്നു. അതിൻ്റെ നിമിത്തങ്ങളാണ് ഞാൻ കണ്ടു തുടങ്ങുന്നത്. എനിക്ക് ഒരുപാട് ഉത്സാഹം തോന്നുന്നു. തീർച്ചയായിട്ടും അധികം താമസിക്കാതെ തന്നെ ഞാൻ ജയദ്രഥൻ്റെ അടുത്തേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ യോദ്ധാക്കളെയും മറികടന്ന് ഞാൻ അവനെ യമരാജൻ്റെ അടുത്തേക്ക് എത്തിക്കും. പക്ഷേ സാത്വികി, നിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം മറന്നുപോരുത്. നിൻ്റെ ഒരേ ഒരു കർത്തവ്യം യുധിഷ്ഠിര മഹാരാജനെ സംരക്ഷിക്കുക എന്നാണ്. അങ്ങേ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് യുധിഷ്ഠിരനോടൊപ്പം ഉണ്ടെങ്കിൽ യുധിഷ്ഠിരൻ സുരക്ഷിതനാണ്. യുധിഷ്ഠിര മഹാരാജ് എൻ്റെ അടുത്ത് ഇരിക്കുന്നതിന് അതേപോലെ തന്നെയാണ് നിൻ്റെ അടുത്തും യുധിഷ്ഠിര മഹാരാജ് ഇരിക്കുന്നത്. അതുകൊണ്ട് നീ യുധിഷ്ഠിര മഹാരാജിനെ സംരക്ഷിക്കുകയാണെങ്കിൽ എനിക്ക് സമാധാനത്തോടു കൂടി ജയദ്രഥനെ ആക്രമിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. സാത്വികി പറഞ്ഞു, തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും യുധിഷ്ഠിരനെ വിട്ടു പോകത്തില്ല. അങ്ങനെ രണ്ടു പേരും അർജുനും സാത്വികിയും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ രഥത്തെ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. കോടാനുകോടി യോദ്ധാക്കൾ അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഇതേ സമയത്ത് കൗരവ ശിബിരത്തിൽ ദ്രോണാചാര്യർ യുദ്ധകളത്തിൽ ഏറ്റവും ദുർഘടമായിട്ടുള്ള ആ വ്യൂഹത്തെ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയദ്രഥനെ വിളിച്ചിട്ട് പറഞ്ഞു, ജയദ്രഥ, ഞാൻ കർണനോട് നിൻ്റെ അടുത്ത് നിൽക്കാൻ പറയാം. കർണൻ്റെ അടുത്തായിട്ട് എൻ്റെ മകനായ അശ്വത്ഥാമ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ ശല്യൻ, കൃപാചാര്യൻ, വൃഷസേനൻ എല്ലാവരും ഉണ്ടായിരിക്കും. അവരെല്ലാവരും കൂടെ ചേർന്ന് 1000 കുതിരപ്പടയാളികൾ, 60,000 തേരാളികൾ, 20,000 കാൽപ്പടയാളികൾ, 14,000 ആനപ്പടയാളികളും. ഇത്രയും പേര് നിന്നെ സംരക്ഷിക്കാൻ മാത്രമായിരിക്കും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു സൂചിയുടെ ആകൃതിയിലായിരിക്കും, സൂചി വ്യൂഹത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൻ്റെ മുമ്പിലായിട്ട് ഏറ്റവും ദുർഘടമായിട്ടുള്ള ഒരു പത്മവ്യൂഹം രചിക്കുന്നതായിരിക്കും. അതിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ ഞാൻ നിൽക്കുന്നതായിരിക്കും. ദുര്യോധനും ദുര്യോധൻ്റെ സഹോദരങ്ങളും അതുകൂടാതെ ധാരാളം യോദ്ധാക്കളും അവിടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതായിരിക്കും. ഈ രണ്ട് വ്യൂഹങ്ങളുടെയും ഏറ്റവും മുമ്പിൽ അർദ്ധചന്ദ്രകല ആകൃതിയിൽ നാരായണ അതിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് അർദ്ധചന്ദ്രകല ആകൃതിയിൽ ഞാൻ കുറേ യോദ്ധാക്കളെ നിർത്തുന്നതായിരിക്കും, ഒരിക്കലും പിന്തിരിയാത്ത.
ഇതിൻ്റെ മുമ്പിൽ ഞാൻ ഒരു കാളവണ്ടിയുടെ ആകൃതിയിൽ ഒരു വ്യൂഹം രചിക്കുന്നതായിരിക്കും. അവരുടെ ലക്ഷ്യം ഒന്നേ ആയിരിക്കും, ഒന്ന് മാത്രമേ ഉള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാവരും തകർക്കുക എന്ന് മാത്രമായിരിക്കും. എനിക്ക് തോന്നുന്നു ജയദ്രഥ സാക്ഷാൽ ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പിടിച്ച് യുദ്ധത്തിനായിട്ട് വന്നാൽ പോലും നിൻ്റെ അടുത്ത് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അന്നേരം ഏറ്റവും മുന്നിൽ ഒരു കാളവണ്ടിയുടെ ആകൃതിയിലൊരു വ്യൂഹം, അതിൻ്റെ പുറകിൽ ചന്ദ്രകല ആകൃതിയിലൊരു വ്യൂഹം, പിന്നെ അതിൻ്റെ പുറകിൽ പത്മവ്യൂഹം, ഒരു താമര, അതിൻ്റെ പുറകിലാണ് സൂചി വ്യൂഹം. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു താമരയുടെ പുറകിൽ ഒരു സൂചി, താമരയുടെ അടിയിൽ ഒരു സൂചിയെ വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നേരം ആ രീതിയിൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ളൊരു വ്യൂഹത്തെയാണ് രചിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ജയദ്രഥന് വലിയ ആശ്വാസമായി. ജയദ്രഥൻ്റെ സ്ഥാനത്തായിട്ട് നിന്നു. എന്നിട്ട് ജയദ്രഥൻ ഇങ്ങനെ സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്തേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള യോദ്ധാക്കൾ പറയും, എവിടെ അർജുൻ? ഭീമനെ കൊണ്ടുവരൂ, നമ്മൾ യുദ്ധത്തിന് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവരുടെ ഗദകളും വാളുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി ഗർജിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് തയ്യാറായി. എന്നിട്ട് അവരുടെ കൈകളും തൊടകളും ഒക്കെ അടിക്കുകയാണ് ഉത്സാഹത്തോടു കൂടി, ശംഖൊക്കെ ഊതി. അങ്ങനെ ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും അവരവരുടെ വ്യൂഹത്തിൻ്റെ ആ പ്രധാന ഭാഗത്ത് നിന്നു. എത്രയോ കിലോമീറ്ററുകൾ നീളത്തിൽ നിൽക്കുകയായിരുന്നു ഈ വ്യൂഹം എല്ലാം കൂടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഭയം തോന്നും, ആർക്കും ഇതിനെ മറികടക്കാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും പുറകിൽ ജയദ്രഥൻ നിൽക്കുകയാണ്. അതും ജയദ്രഥൻ്റെ അടുത്തും ഏറ്റവും കൂടുതൽ ശക്തരായിട്ടുള്ള യോദ്ധാക്കൾ. ദ്രോണാചാര്യർ സ്വയം ശക്തമായിട്ടുള്ള കവചമൊക്കെ ധരിച്ച് യുദ്ധത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇത് കാണാനായിട്ട് സിദ്ധന്മാരും ചാരണന്മാരും ദേവന്മാരും എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു ആകാശത്ത്. ഈ വ്യൂഹത്തെ കണ്ടിട്ട് അവർക്ക്, ദേവന്മാർക്ക് തന്നെ ഭയം തോന്നി. അവർ വിചാരിച്ചു ഈ ഭൂമി മുഴുവൻ ഇവർ തകർക്കുമോ, ആ രീതിയിലായിരുന്നു ആ വ്യൂഹം. ദുര്യോധനൻ ഇതെല്ലാം കണ്ട് സന്തോഷിച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഒരുപാട് കാൽപ്പടയാളികളും തേരാളികളും കുതിരപ്പടയാളികളും ആനപ്പടയാളികളും ദുര്യോധൻ്റെ കയ്യിലുണ്ട്. എന്നിട്ട് ദുര്യോധൻ പാണ്ഡവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദുര്യോധൻ ചിന്തിക്കുകയാണ്, അർജുനന് ഈ പ്രതിജ്ഞ എങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയും? അവൻ വല്ലാതെ എടുത്തു ചാടിയാണ് ഈ തീരുമാനമെടുത്തത്. ഇന്ന് സൂര്യാസ്തമയത്തോടുകൂടി യുദ്ധം അവസാനിക്കും. എന്നിട്ട് ദുര്യോധൻ വില്ല് പിടിച്ചിട്ട് സാരഥിയെടുത്ത് മുന്നോട്ട് പോകാൻ പറഞ്ഞു. യുദ്ധം തുടങ്ങാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ദുര്യോധൻ. പാണ്ഡവരടുത്തോട്ട് എത്തിയപ്പോൾ ദ്രോണാചാര്യരുടെ ആ വ്യൂഹരചനയെ കണ്ട് അത്ഭുതപ്പെട്ട് സ്തംഭിച്ചിരിക്കുകയാണ്. ഒരു അന്ത്യമില്ലാതെ ഒരു സമുദ്രത്തെ പോലെ കാണുകയാണ് ഈ വ്യൂഹം. എന്നിട്ട് അർജുൻ ഭയപ്പെടാതെ ഭഗവാൻ കൃഷ്ണനോട് പറഞ്ഞു, ഭഗവാനെ, ദ്രോണാചാര്യരുടെ ഈ വ്യൂഹം നോക്കൂ, എൻ്റെ പ്രതിജ്ഞയെ തകർക്കാൻ തന്നെ ആള് പുറകെ നിൽക്കുകയാണ് അല്ലേ? ഈ വ്യൂഹത്തിൻ്റെ ഉദ്ദേശം തന്നെ എൻ്റെ പ്രതിജ്ഞ ഞാൻ പൂർത്തീകരിക്കരുത് എന്നാണ്. ഏറ്റവും മുന്നിലുള്ള വ്യൂഹം ഏറ്റവും കുറഞ്ഞത് 30 കിലോമീറ്റർ വീതിയും 60 കിലോമീറ്റർ പുറമോട്ടും നീളമുണ്ടെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ആദ്യത്തെ വ്യൂഹം തന്നെ 30 കിലോമീറ്റർ നീളവും 60 കിലോമീറ്റർ വീതിയുണ്ടെന്നുള്ളത്. പക്ഷെ അർജുൻ പറഞ്ഞു, ഇതിൻ്റെ ദുർബലമായിട്ടുള്ള ആ ഭാഗത്തെല്ലാം ഞാൻ ആക്രമിച്ച് ഞാൻ അകത്തോട്ട് പ്രവേശിക്കും. ദ്രോണാചാര്യർ നോക്കി നിൽക്കെ ഞാൻ ജയദ്രഥനെ ഇന്ന് കൊന്നിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് കൂട്ടരും യുദ്ധം ആരംഭിച്ചു. ആ സമയത്ത് ദുര്യോധൻ്റെ ഒരു സഹോദരൻ ദുർമർഷൻ കൗരവരുടെ മുന്നിൽ വന്നു. എന്നിട്ട് അലറിക്കൊണ്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ അർജുനെ തടുക്കുന്നു, നോക്കൂ.
നിങ്ങൾക്ക് വേണമെങ്കിൽ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാം. നിങ്ങൾ എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് അർജുനെ തടുക്കുന്നതായിരിക്കും. അങ്ങനെ യുദ്ധം ആരംഭിച്ച ഉടനെ ദുർമർഷൻ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വന്നു. അർജുൻ്റെ രഥം കണ്ടു. ഹനുമാൻ്റെ ആ കൊടിയടയാളവും കണ്ടു. ഹനുമാൻ ആ കൊടിയടയാളത്തിൽ നിന്ന് അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം കൗരവ സൈന്യത്തിൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമായിരുന്നു. അർജുൻ്റെ ദേവദത്തം എന്ന് പറയുന്ന ശംഖിൻ്റെ ശബ്ദവും അത് കൂടാതെ ഹനുമാൻ്റെ ആ ശബ്ദവും എതിരാളികളുടെ ഉള്ളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം കേൾക്കുമ്പോഴേ അവർക്കറിയാമായിരുന്നു അർജുൻ ഇന്ന് നല്ല ദേഷ്യത്തിലായിരുന്നു. അർജുൻ ദുർമർഷനെ കണ്ടു. ദുർമർഷൻ അർജുനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ട് ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണനോട് അർജുൻ പറഞ്ഞു, ഭഗവാനെ, എത്രയും പെട്ടെന്ന് ദുർമർഷൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അവൻ എന്നെ വെല്ലുവിളിച്ചു. ഇന്ന് അവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ, ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ഫ്രണ്ടിൽ ഒരു കാളവണ്ടിയുടെ ആകൃതിയിലാണ് ആ വ്യൂഹം. അതിൻ്റെ ഏറ്റവും തലഭാഗത്ത് തന്നെ അവിടെ എത്തുകയാണ്. അവിടെ ദുർമർഷനെ നേരിടുകയാണ്. ദുർമർഷൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരക്കണക്കിന് തേരാളികളുണ്ടെന്നുള്ളതാണ്. പക്ഷെ അർജുൻ അഭിമന്യുവിനെ ഓർത്തുകൊണ്ട് ഒരു ദയം കാണിക്കാതെ എല്ലാവരെയും കൊല്ലാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ ദേഷ്യത്തിലായിരുന്നു അർജുൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ഗാണ്ഡീവത്തിൽ നിന്നും എല്ലാ ദിശകളിലും അസ്ത്രം പോകാൻ തുടങ്ങി. എതിരാളികളുടെ തലകൾ കൊയ്ത്തുകാലത്ത് കൃഷിക്കാരൻ കൊയ്തെടുക്കുന്നത് പോലെ തലകൾ പറക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അവരുടെ കവചങ്ങളൊക്കെ തകർന്ന് വീഴാൻ തുടങ്ങി. രഥങ്ങൾ തകർന്ന് വീണു, ആനകൾ മരിച്ചു വീണു, കുതിരകൾ മരിച്ചു വീണു. തലയില്ലാതെ എത്രയോ ശവങ്ങൾ അവിടെ കുന്നുകൂടി കിടക്കാൻ തുടങ്ങി. ഇപ്പോഴും അവരുടെ കൈകളിലൊക്കെ വാളും പിടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കുറച്ചു നേരം യുദ്ധം ചെയ്തതിന് ശേഷം ദുർമർഷൻ അധികം താമസിക്കാതെ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. അവൻ്റെ ദേഹം മുഴുവൻ മുറിവേറ്റ്, അവൻ്റെ കവചവും തകർന്ന്, അവൻ്റെ കൊടിയടയാളം എല്ലാം തകർന്ന് അവൻ ജീവനം കൊണ്ട് ഓടി. അർജുൻ അവനെ കൊല്ലണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭീമൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ, ദുര്യോധൻ്റെ എല്ലാ സഹോദരങ്ങളെയും കൊല്ലും. അതുകൊണ്ട് മാത്രം ദുർമർഷനെ വെറുതെ വിട്ടു. ആദ്യം എന്തൊക്കെയായിരുന്നു അല്ലേ, ഞാൻ ഒറ്റയ്ക്ക് അർജുനെ ഇന്ന് ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ. നിമിഷങ്ങൾക്കകം അർജുൻ ആയിരക്കണക്കിന് ശത്രുക്കളെയാണ് കൊന്നത്. അർജുൻ്റെ രഥത്തിൻ്റെ വേഗത കാരണം എല്ലാവർക്കും തോന്നി 100 കണക്കിന് അർജുനന്മാരോട് നമ്മൾ യുദ്ധം ചെയ്യുമായിരുന്നു. കാരണം അവിടെ അർജുനെ കാണും, ഇവിടെ അർജുനെ കാണും, ഇങ്ങോട്ടും എല്ലായിടത്തും നോക്കുമ്പോൾ 100 കണക്കിന് അർജുനന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന പോലെ തോന്നും. അന്നേരം അതായത് ഇവിടുന്ന് യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ അർജുൻ അപ്പുറത്ത് കാണും. അന്നേരം ഇവിടെയാണോ അവിടെയാണോ എന്ന് അറിയത്തില്ല. അതായത് നമ്മൾ ഈ ഫാനിൻ്റെ കാര്യം പറയുന്ന പോലെ ഫാനിന് 3 ബ്ലേഡേ ഉണ്ടെങ്കിലും അത് കറങ്ങുന്ന സമയത്ത് അതിൻ്റെ ബ്ലേഡ് എല്ലായിടത്തും ഉള്ളതായിട്ട് തോന്നത്തില്ല. അതേപോലെ ഭഗവാൻ രഥം അതിവേഗതയിൽ ഓടിക്കുന്നതുകൊണ്ട് എവിടെയാണ് അർജുൻ ഉള്ളത്, എവിടെയാണ് അർജുൻ ഇല്ലാത്തതെന്ന് അറിയത്തില്ലായിരുന്നു. അതായത് അർജുനെ വെട്ടാൻ വേണ്ടി ഇവർ വാള് വീശുമ്പോൾ അവരവരെ തന്നെയാണ് വെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി അങ്ങനെ കുറേ എണ്ണം ചത്തു. ഒന്നുകിൽ അർജുൻ്റെ അസ്ത്രം കൊണ്ട്, അല്ലെങ്കിൽ സ്വയം കുത്തേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും വെട്ടി അവരെ തന്നെ മരിച്ചു വീഴാൻ തുടങ്ങി. ആരൊക്കെയാണോ അർജുൻ്റെ മുമ്പിൽ വന്നത് അവരെല്ലാവരും മരിച്ചു വീഴുമെന്നുള്ളു. ആർക്കും അർജുനിൽ ഒരു പാളിച്ച പോലും കാണാൻ കഴിഞ്ഞില്ല. അത്രയും വിദഗ്ധമായിട്ടായിരുന്നു, ഒരു വീക്ക്നെസ് പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ആർക്കും അർജുനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അർജുൻ്റെ വില്ല് വളഞ്ഞു തന്നെ ഇരിക്കുകയാണ്. പിന്നെ അതിനോടൊപ്പം ഭഗവാന്റെ രഥത്തിൻ്റെ ഓട്ടവും കൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ ഒന്നും പറയണ്ട, കൗരവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളു. ദ്രോണരും കൗരവ മുതിർന്ന യോദ്ധാക്കളും അർജുനെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെയുണ്ടോ യുദ്ധം എന്ന് പറഞ്ഞിട്ട്
കാരണം സൂര്യൻ വരുമ്പോൾ, ഉദിച്ചു വരുമ്പോൾ അന്ധകാരം എങ്ങനെയാണോ തീരുന്നത്, അതേപോലെ അർജുൻ വരുന്നിടത്തെല്ലാം കൗരവപ്പട ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരിച്ചു ഒരു അഭിമന്യുവിൻ്റെ മരണം അർജുനെ വേറൊരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുകയാണ്. കാരണം ഇത്രയും ശക്തമായിട്ട് അർജുൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. അർജുൻ തീർച്ചയായിട്ടും വലിയൊരു യോദ്ധാവ് തന്നെയാണ്. പക്ഷെ ഇത്രയും ശക്തമായിട്ട് അർജുൻ ഒരിക്കലും യുദ്ധം ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ യോദ്ധാക്കളും ഓടാൻ തുടങ്ങിയിട്ടുള്ള കൗരവ പക്ഷത്ത് ഇത്രയും നാശനഷ്ടങ്ങൾ അർജുൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ദുശാസൻ ഓടിച്ചാടി മുന്നോട്ട് വന്നു രഥത്തിൽ. എന്നിട്ട് അർജുനെ വെല്ലുവിളിച്ചു. ദുശാസനെ സഹായിക്കാനായിട്ട് വലിയൊരു ആനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചുറ്റി വളഞ്ഞു അർജുനെ. അവരുടെ എല്ലാം കഴുത്തിൽ വലിയ മണികളും ഈ ആനകൾ മുന്നോട്ട് പോകുമ്പം അതിശക്തമായിട്ടുള്ള ശബ്ദം മുഴങ്ങുമായിരുന്നു എല്ലാ ദിശയിലും. അർജുൻ അലറിക്കൊണ്ട് ആനകളെ കൊല്ലാൻ തുടങ്ങി. അതിശക്തമായിട്ട് അസ്ത്രങ്ങൾ അയച്ചു ഓരോ ആനകളെയും കൊല്ലാനായിട്ട്. ഇവിടെ പറയുന്നു, തിമിംഗലം എങ്ങനെയാണോ സമുദ്രത്തിലെ വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്ന, അതേപോലെ ആനക്കൂട്ടങ്ങളുടെ ഇടയിൽ വലിയ നാശനഷ്ടങ്ങൾ അർജുനുണ്ടാക്കി. ഓരോന്നോരോന്നായിട്ട് ആനകളെ കൊല്ലാൻ തുടങ്ങി. ഓരോ ആനകൾക്കെതിരെയും 100 അസ്ത്രങ്ങൾ അയച്ചു. ഇടി വെട്ടിയിട്ട് പർവ്വതം തകർന്നു വീഴുന്നത് പോലെ ഓരോ ആനകളും വീഴാൻ തുടങ്ങിയിട്ടുള്ളത്. രക്തം ഒഴുകിക്കൊണ്ട്, അവരുടെ ദേഹത്ത് നിന്ന് രക്തം ഒഴുകി അവരെല്ലാം അലറിക്കൊണ്ട് ഭൂമിയിൽ വീഴുകയാണ്. അതേ സമയത്ത് അവരുടെ മുകളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന യോദ്ധാക്കളും അർജുൻ്റെ അസ്ത്രങ്ങളാൽ കുത്തേറ്റ് മരിക്കുകയാണ്. ഒരേ സമയത്ത് 2-3 പേർക്ക് ഒരേ സമയത്ത് അസ്ത്രങ്ങൾ കൊണ്ട് അവരെല്ലാവരും മരിക്കുകയാണ്. അന്നേരം ആനക്കൂട്ടത്തെ മുഴുവൻ തകർത്തു എന്നറിഞ്ഞപ്പോൾ ദുശാസന് ഓടി അവിടുന്ന്. ദുശാസന് മനസ്സിലായി അർജുനെ ഇന്ന് നേരിടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന്. ഉടൻ തന്നെ ദുശാസനൻ ദ്രോണാചാര്യൻ്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അങ്ങ് എന്തെങ്കിലും ചെയ്യണമെന്ന്. ദ്രോണർ ചുണ്ടൊക്കെ കടിച്ചു പിടിച്ച് അർജുൻ്റെ അടുത്തേക്ക് ഒരു കൂട്ടം യോദ്ധാക്കളായിട്ട് വരും. ദ്രോണാചാര്യ വരുന്നതായിട്ട് അർജുൻ കണ്ടിട്ട് അർജുൻ കൈകൂപ്പി തല കുനിച്ചിട്ട് പറഞ്ഞു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങനെ അനുഗ്രഹിക്കണം. ഞാൻ അങ്ങയുടെ ഈ അതിദുർഘടമായിട്ടുള്ള വ്യൂഹത്തെ മറികടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ്. അങ്ങ് എനിക്ക് യുധിഷ്ഠിര മഹാരാജനെയും സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെയാണോ അങ്ങ് അശ്വത്ഥാമാവിന് സംരക്ഷണം കൊടുക്കുന്നത്, അതേപോലെ എനിക്കും സംരക്ഷണം തരണം. എന്നെ അനുവദിക്കണം. ഞാൻ ജയദ്രഥനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ ദ്രോണാചാര്യ പറഞ്ഞു, ഭീഭത്സു, നിനക്കൊരിക്കലും ജയദ്രഥനെ കീഴടക്കാൻ കഴിയില്ല. ആദ്യം നിനക്ക് എന്നെ തോൽപ്പിക്കേണ്ടി വരും. എന്നിട്ട് ഒരു 100 അസ്ത്രങ്ങൾ അതിവേഗതയിൽ അർജുനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. അർജുൻ അതിവിദഗ്ധമായിട്ട് അതിനെ തടഞ്ഞു. എന്നിട്ട് മറുപടിയായിട്ട് 100 അസ്ത്രങ്ങൾ അയച്ചു. അത് വളരെ നിഷ്പ്രയാസം ദ്രോണാചാര്യെ തടഞ്ഞു. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ ഭഗവാൻ കൃഷ്ണനെ അർജുനെ മുറിവേൽപ്പിച്ചു എന്നുള്ളത്. എന്നിട്ട് ദ്രോണാചാര്യർ അർജുൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാണ് പൊട്ടിച്ചു. എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ അർജുനെ മൂടി എന്നുള്ളതാണ്. അർജുൻ തിരിച്ച് 600 അസ്ത്രങ്ങൾ അയച്ചു. അതും എത്ര വേഗതയിലായിരുന്നു! അത് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒറ്റയടിക്കാണ് അത് അയച്ചത്. അത് ഈ 600 അസ്ത്രങ്ങളും ഒരേ സമയത്ത് അയച്ചതുപോലെയാണ് തോന്നിയത്. ആ രീതിയിലായിരുന്നു വന്നത്. അതിനോടൊപ്പം 700 അസ്ത്രങ്ങൾ അയച്ചു. പിന്നെ അതേപോലെ ഒരു 1000 അസ്ത്രങ്ങൾ അയച്ചു. പിന്നെ ഒരു 10,000 അസ്ത്രങ്ങൾ അർജുൻ അയച്ചു. ഈ അസ്ത്രങ്ങളൊക്കെ ദ്രോണാചാര്യർക്കും കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും കിട്ടിയെന്നുള്ളത്, നല്ല പണി കിട്ടിയെന്നുള്ളത്. അന്നേരം വലിയ വലിയ
ഒരുപാട് യോദ്ധാക്കളെ കൊല്ലുന്നത് കണ്ടിട്ട് കൗരവരെല്ലാം വലിയ സംഖ്യയിൽ മരിച്ചു വീഴുകയായിരുന്നു. ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ദ്രോണാചാര്യർ അർജുൻ്റെ നെഞ്ചത്ത് നോക്കി ശക്തമായിട്ടൊരു അസ്ത്രം അയക്കുകയാണ്. ആ അസ്ത്രം നന്നായിട്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അർജുൻ വിറയ്ക്കാൻ തുടങ്ങി. ഭൂമി കുലുങ്ങുന്നത് പോലെ രഥത്തിൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ സുബോധം തിരിച്ചു കിട്ടി. വേറൊരു വാളെടുത്ത് നെഞ്ചത്ത് തുളച്ചിരിക്കുന്ന അസ്ത്രത്തെ മുറിച്ചു എന്നുള്ളത്. അതായത് ആ അസ്ത്രം അർജുൻ്റെ കവചത്തെ തുളച്ച് അതോട്ട് കയറിപ്പോയെന്നുള്ളതാണ്. വേറൊരു വാളെടുത്ത് ആ അസ്ത്രത്തെ മുറിച്ചു എന്നുള്ളത്. അതിപ്പോഴും അങ്ങനെ കുത്തിക്കയറിയിരിക്കുകയാണ്. എന്നിട്ട് അർജുൻ പൂർണ്ണ ശ്രദ്ധയും ദ്രോണാചാര്യരിലേക്ക് കേന്ദ്രീകരിച്ചു. എന്നിട്ട് ശരവർഷം പെയ്പ്പിച്ചു എന്നുള്ളതാണ്. ദ്രോണാചാര്യർ അതിനെല്ലാം വീണ്ടും മറുപടി കൊടുത്തു. ദ്രോണാചാര്യരുടെ അസ്ത്രങ്ങൾ കാരണം ഭഗവാൻ കൃഷ്ണനെയോ അർജുനെയോ ആ രഥത്തെയോ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അത്രയ്ക്ക് അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭഗവാൻ കൃഷ്ണൻ അതിവിദഗ്ധമായിട്ട് അതിൽ ഒരു അസ്ത്രം പോലും കൊള്ളാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രഥത്തെ ഒഴിച്ചു മാറ്റി എന്നുള്ളതാണ്. എന്നിട്ട് ഭഗവാൻ അർജുനോട് പറഞ്ഞു, പാർത്ഥ, നിൻ്റെ സമയം വെറുതെ പാഴാക്കി കളയരുത്. ജയദ്രഥൻ ഇപ്പോഴും ഒരുപാട് ദൂരെയാണ് നിൽക്കുന്നത്. ദ്രോണാചാര്യരുമായിട്ടുള്ള യുദ്ധം മുഴുവൻ ദിവസം യുദ്ധം ചെയ്താൽ പോലും ഇത് തീരത്തില്ല. അതുകൊണ്ട് ആളിനെ ഇവിടെ വിട്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണം. അർജുൻ ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നി. കാരണം ദ്രോണാചാര്യരെ തോൽപ്പിക്കുക എന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ദ്രോണാചാര്യമായിട്ട് യുദ്ധം ചെയ്യാനും അത്രയ്ക്ക് അർജുന് താല്പര്യമില്ല. അതുകൊണ്ട് വീണ്ടും കൈ കൂപ്പിയിട്ട് അർജുൻ പറഞ്ഞു, ഞാൻ എന്തായാലും ഇപ്പം പോവുകയാണ്. അങ്ങ് എൻ്റെ ഗുരുവാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങേയായിട്ട് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. ഈ ലോകങ്ങളിൽ ആരും ഇല്ല അങ്ങയെ തോൽപ്പിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അങ്ങനെ ഭഗവാൻ അർജുൻ്റെ രഥങ്ങളെ മുന്നോട്ട് നയിച്ചു. രഥം അതിവേഗതയിൽ മുന്നോട്ട് പോയി. ദ്രോണാചാര്യർ വലതു ഭാഗത്തായിരുന്നു, ഭഗവാൻ ഇടതു ഭാഗത്തുനിന്നും നേരെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ധനഞ്ജയ, നീ എങ്ങോട്ട് പോകുന്നു? നിനക്കെന്തോ ഭയമായോ? എന്നിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ അർജുൻ്റെ എതിരെ പുറകെ നയിച്ചുകള. പക്ഷേ ഭഗവാന്റെ രഥത്തിൻ്റെ വേഗത കാരണം ഈ അസ്ത്രങ്ങളൊന്നും രഥത്തിൻ്റെ അടുത്ത് എത്തിയില്ല എന്നുള്ളതാണ്. മനസ്സിലായോ ഞാൻ പറയുന്നത്? അതായത് രഥങ്ങൾക്ക്, ഈ അസ്ത്രങ്ങൾക്ക് എവിടം വരെ എത്താം, അതായത് ഒരു 3 ഏകദേശം ഒരു അസ്ത്രം അയക്കുമ്പോൾ 2-3 കിലോമീറ്റർ ദൂരം വരെ പോകുന്നതാണ്. അങ്ങനെയാണ്, അത്രയ്ക്ക് പവർ ഉണ്ടായിരുന്നു അന്നത്തെ യോദ്ധാക്കൾക്ക്. അതായത് ഈ 2-3 കിലോമീറ്റർ, അതായത് നിമിഷങ്ങൾക്കകം ഭഗവാന്റെ രഥം 3 കിലോമീറ്റർ താണ്ടി എന്നുള്ളതാണ്. അന്നേരം ഈ അസ്ത്രങ്ങൾക്ക് 3 കിലോമീറ്ററിന് അപ്പുറം പോകാൻ കഴിയില്ല. അന്നേരം അവിടെ അങ്ങ് വീണു എന്നുള്ളത്. അന്നേരം എത്ര വേഗതയിലായിരിക്കും ഭഗവാൻ ഓട്ടിച്ചെന്നറിയാം. അന്നേരം ഭഗവാൻ രഥത്തെ അങ്ങ് ഓട്ടിച്ചു വിട്ടു എന്നുള്ളത്. ഭഗവാൻ ഓടാൻ മിടുക്കനാണ്, ഓട്ടിക്കാനും മിടുക്കനാണ്. അന്നേരം ദ്രോണാചാര്യൻ ഇവിടെ വിളിയോടെ വിളി, എവിടുന്ന് ഭഗവാൻ നന്നായി സ്കൂട്ടടിച്ചു. ഹരേ കൃഷ്ണ. പിന്നെ അർജുനോടൊപ്പം യുധാമന്യു, ഉത്തമൗജൻ, ഇവർ പാഞ്ചാല ദേശത്തിലെ 2 വിദഗ്ധരായിട്ടുള്ള യോദ്ധാക്കൾ അർജുനെ സഹായിക്കാനായിട്ട് എത്തി എന്നുള്ളത്, രഥത്തെ 2 ഇടത്തു നിന്ന് സംരക്ഷിക്കാനായിട്ട്. പക്ഷേ ദ്രോണാചാര്യർ അർജുനെ പുറകിൽ നിന്ന് പിടിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്ത് പാണ്ഡവ സൈന്യത്തിലെ ദൃഷ്ടകേതു വന്നു ദ്രോണാചാര്യരെ വെല്ലുവിളിച്ചു. അന്നേരം 2 പേരുമായിട്ട് അതിഭീകര യുദ്ധം. ദ്രോണാചാര്യരുടെ കുതിരകൾ, രഥം, പിന്നെ സാരഥി, ഇവരെ എല്ലാ അസ്ത്രങ്ങളെ കൊണ്ട് മൂടി. ദ്രോണാചാര്യക്ക് വലിയ ദേഷ്യമായി. സിംഹം ക്രുദ്ധരാവുന്ന പോലെ ദ്രോണാചാര്യ ക്രുദ്ധനായി എന്നുള്ളതാണ്. എന്നിട്ട് നല്ല മൂർച്ചയേറിയ ഒരു അസ്ത്രം എടുത്ത് ദൃഷ്ടകേതുവിൻ്റെ വില്ലൊടിക്കുകയാണ്. ദൃഷ്ടകേതു വീണ്ടും ഒരു വില്ലെടുത്തു. എന്നിട്ട് നിമിഷങ്ങൾക്കകം ഒരു 100 അസ്ത്രങ്ങൾ അയച്ചു. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ 4 അസ്ത്രങ്ങൾ അയച്ച് ദ്രോണാചാര്യർ
ദൃഷ്ടകേതുവിൻ്റെ 4 കുതിരകളെയും കൊന്നു, സാരഥിയെ കൊന്നു. ഉടൻ തന്നെ ദൃഷ്ടകേതു കയ്യിൽ ഗദയും പിടിച്ചുകൊണ്ട് ദ്രോണാചാര്യ അടിക്കാനായിട്ട് മുന്നോട്ട് വരികയാണ്. എന്നിട്ട് ഫുൾ ശക്തി ഉപയോഗിച്ചിട്ട് നന്നായി കറക്കി ആ ഗദയെടുത്ത് ഒറ്റ എറിയാണ്. അന്നേരം ആ ഗദ അതിശക്തമായിട്ട് ചീറിപ്പാഞ്ഞ് വരുന്നത് കണ്ടിട്ട് ദ്രോണാചാര്യർ ഒരു 12 അസ്ത്രങ്ങൾ അയക്കുകയാണ്. ആ അസ്ത്രങ്ങൾ അയച്ച് ആ ഗദ തുണ്ടം തുണ്ടമായെന്നുള്ളത്. ദൃഷ്ടകേതു ഉടൻ തന്നെ നല്ല നീളമുള്ള ഒരു കുന്തം എടുത്ത് അതിവേഗതയിൽ എറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതും ദ്രോണാചാര്യർ പകുതി ആയപ്പോൾ തന്നെ അതും തുണ്ടം തുണ്ടമൊക്കെയാണ്. എന്നിട്ട് ഒരു പ്രത്യേകതര അസ്ത്രം, അഞ്ജലിക എന്ന് പറയുന്ന ഒരു അസ്ത്രം എടുത്തിട്ട് ദ്രോണാചാര്യ അത് വില്ലിൽ കോർക്കുകയാണ്. എന്നിട്ട് അതിൽ കുറച്ച് മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് വില്ല് നന്നായി വളച്ച് അസ്ത്രം അയക്കുകയാണ്. അത് ദൃഷ്ടകേതുവിൻ്റെ നെഞ്ച് തുളച്ചു പോവുകയാണ്. ഉടൻ തന്നെ ദൃഷ്ടകേതു മരിച്ചു വീഴുകയാണ്. എന്നിട്ട് ദൃഷ്ടകേതു മരിച്ചു എന്ന് കണ്ടപ്പോൾ ദ്രോണാചാര്യ അർജുനെ നോക്കിയാണ്. അപ്പോഴേക്കും അർജുൻ എവിടെയോ പോയിരിക്കുന്നു. ഉടൻ തന്നെ ദ്രോണാചാര്യ തീരുമാനിച്ചു അതിവേഗതയിൽ ജയദ്രഥൻ്റെ അടുത്ത് എത്തണമെന്ന്. കാരണം ജയദ്രഥൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അധികം താമസിക്കാതെ അർജുനെ അവിടെ നേരിടാൻ പറ്റും എന്ന് ദ്രോണാചാര്യ വിചാരിച്ചു. അങ്ങനെ ദ്രോണാചാര്യരെ മറികടന്ന അർജുൻ കൗരവരുടെ അടുത്തേക്ക് മുന്നോട്ടെത്തി. അതിവേഗതയിൽ കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലൂടെ അർജുൻ ചീറിപ്പാഞ്ഞിങ്ങനെ പോവുകയാണ്. പോകുന്നിടത്ത് എല്ലാ ശവങ്ങളിങ്ങനെ കൂടിക്കിടക്കുകയാണ്. തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എത്രയോ യോദ്ധാക്കൾ, കുതിരകൾ, ആനകൾ എല്ലാം മരിച്ചു വീഴുകയാണ്. അപ്പോഴേക്കും കൃതവർമ്മ അർജുനെ വെല്ലുവിളിച്ചു. കൃതവർമ്മയും അർജുനും നല്ല കൂട്ടുകാരന്മാരായിരുന്നു. കൃതവർമ്മ യാദവ സൈന്യത്തിലെ യോദ്ധാവാണ്. പക്ഷേ ആ ഒരു സൗഹൃദമൊക്കെ മറന്ന് രണ്ടുപേരും യുദ്ധം ചെയ്യാൻ. രണ്ടുപേരുടെയും യുദ്ധത്തിൽ ഒരു പാളിച്ചു പോലും കാണാൻ കഴിയില്ല. അത്രയും വിദഗ്ധമായിട്ടായിരുന്നു രണ്ടുപേരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുപേരും അയക്കുന്ന അസ്ത്രങ്ങളുടെ ആ സ്ഫോടന ശബ്ദം എല്ലാവർക്കും കേൾക്കാൻ പറ്റുമായിരുന്നു. ആ അതിശക്തമായിട്ടുള്ള ആ സ്ഫോടന ശബ്ദം കേൾക്കുകയായിരുന്നു. രണ്ടുപേരുടെയും ആയുധങ്ങൾ തമ്മിലുള്ള കൂട്ടിമുട്ടൽ കാരണം, അസ്ത്രങ്ങൾ കൊണ്ട് കൂട്ടിമുട്ടുന്നത് കാരണം. രണ്ടുപേരുടെയും ശരീരം നന്നായി മുറിവേറ്റു അസ്ത്രങ്ങൾ കൊണ്ട്. പക്ഷെ രണ്ടുപേരും വിടാൻ തയ്യാറില്ല. ഭഗവാൻ കൃഷ്ണൻ അർജുനോട് വീണ്ടും പറഞ്ഞു, ഇവനെ വിട്ടുകൊടുക്കരുത്. നീ ഒരുപാട് സമയം കളയുന്നു. അവനോടുള്ള ആ സൗഹൃദമൊക്കെ മറന്നേക്കൂ. അവനെ ഇപ്പം തന്നെ വകവരുത്താൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞതോടുകൂടി അർജുൻ എന്ത് ചെയ്തു? ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ച് കൃതവർമ്മയുടെ വില്ല് പൊട്ടിച്ചു. പിന്നെ കൃതവർമ്മ അവിടെ തന്നെ കുറേ അസ്ത്രങ്ങൾ കൊണ്ട് അവിടെ തന്നെ മോഹാലസ്യപ്പെട്ട് വീണെന്നുള്ളതാണ്. ആ സമയം കൊണ്ട് അർജുൻ കൃതവർമ്മയെ മറികടന്ന് മുന്നോട്ട് പോവുകയാണ്. കൃതവർമ്മ സ്വബോധം തിരിച്ചു കിട്ടിയപ്പോഴത്തേക്ക് അർജുനെ സഹായിക്കാനെത്തിയ 2 യോദ്ധാക്കൾ അവരെ തടയുകയാണ് കൃതവർമ്മയെ. അപ്പോഴേക്കും അർജുൻ മുന്നോട്ട് പോയി. അപ്പോഴേക്കും കളിംഗ രാജാവ് ശ്രുതായുഷ് അർജുനെ വെല്ലുവിളിക്കുകയാണ്. വലിയ ഒരു ഗദ ശക്തമായിട്ട് കറക്കി അർജുനെതിരെ തിരിയുകയാണ്. അർജുൻ ഒരു 36 അസ്ത്രങ്ങൾ ശ്രുതായുഷിനെതിരെ എറിയുകയാണ്. അപ്പോഴേക്കും ശ്രുതായുഷിൻ്റേതായിട്ടുള്ള വില്ല് വീണ്ടും പൊക്കുകയാണ്. എന്നിട്ട് 50 അസ്ത്രങ്ങൾ അർജുനെതിരെ എറിയുകയാണ്. കുറേ അസ്ത്രങ്ങൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തതിന് ശേഷം ശ്രുതായുഷ് രഥത്തിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയാണ്. എന്നിട്ട് ഗദയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അർജുനെതിരെ ചാടി മുന്നോട്ട് വരികയാണ്. പിന്നെ ശ്രുതായുഷ് പർണസ എന്ന് പറയുന്ന ഒരു നദിയുടെ മകനാണ്. അതുകൊണ്ട്
വരുണദേവനിൽ നിന്നൊരു പ്രത്യേക വരം കിട്ടിയിട്ടുണ്ട്. അതായത് അവൻ്റെ ഗത വെച്ച് ആരെ അടിക്കുന്നോ അവർ ഉറപ്പായിട്ടും മരിച്ചു വീഴുന്നു. പക്ഷെ വരുണദേവൻ അവനൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ആയുധം പിടിച്ച് ഇരിക്കാത്ത ഒരാളിൽ, അതായത് യുദ്ധം ചെയ്യാത്ത ഒരാളിൽ ഈ ഒരു ആയുധം ഒരിക്കലും പ്രയോഗിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഈ ആയുധം നിന്നെ തന്നെ നശിപ്പിക്കുന്നു. പക്ഷെ ശ്രുതായുഷ് അത് മറന്നുപോയേ. അന്നേരം ആ യുദ്ധത്തിൻ്റെ വെപ്രാളത്തിൽ ശ്രുതായുഷ് എന്ത് ചെയ്തു? വരുണൻ്റെ ഈ മുന്നറിയിപ്പ് മറന്നുപോയി. എന്നിട്ട് ഈ ഗദയും പിടിച്ചുകൊണ്ട് ഓടി മുന്നോട്ട് വരികയായിരുന്നു. അന്നേരം അർജുൻ്റെ രഥത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ ഗദയും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ നെഞ്ചത്ത് നോക്കി ഒരടി അടിക്കുകയാണ്. ഭഗവാന്റെ തോളത്ത്. ഭഗവാൻ ആയുധമൊന്നും എടുക്കാതിരിക്കുകയാണ്. അന്നേരം ഈ ഗദ എടുത്ത് ഭഗവാനെ ശക്തമായിട്ട് അടിക്കുകയാണ്. അന്നേരം ഭഗവാന്റെ ആ ശക്തമായിട്ടുള്ള തോളിൽ നന്നായിട്ട് അടിച്ചു. പക്ഷേ ഒരു കുലുക്കം പോലും ഭഗവാൻ ഉണ്ടായില്ലെന്നാണ്. പക്ഷേ വരുണദേവൻ്റെ ആ വാക്കുകൾ പ്രകാരം ഭഗവാനെ അടിച്ചത് ശരിയായില്ലല്ലോ. ഉടനെ ആ ഗദ തിരിഞ്ഞു. കാരണം ഈ അടിച്ചതിന് ശേഷം വീണ്ടും ശ്രുതായുഷ് അടിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ആ ഗദ തിരിഞ്ഞു. എന്നിട്ട് അത് ഗദ സ്വയം അവൻ്റെ തലയ്ക്ക് ഒരടി അടിച്ചു. അതോടുകൂടി ശ്രുതായുഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഇത് കണ്ടിട്ട് കൗരവരെല്ലാം കരയാൻ തുടങ്ങി. എന്നിട്ട് കൂട്ടത്തിലുള്ള യോദ്ധാക്കളെല്ലാവരും ഓടി എന്നുള്ളത്. അപ്പോഴേക്കും സുദക്ഷിണൻ എന്ന് പറയുന്ന കാംബോജ ദേശത്തിലെ രാജാവ് അർജുനെ വെല്ലുവിളിച്ചു. എന്നിട്ടൊരു 100 അസ്ത്രങ്ങൾ അയച്ചു. അർജുൻ ആ അസ്ത്രങ്ങളെല്ലാം തടുത്തു. സുദക്ഷിണൻ ഉടൻ തന്നെ ഇരുമ്പിൻ്റെ നല്ല മൂർച്ചയുള്ള ഒരു നീളമുള്ള കുന്തം എടുത്ത് ഒറ്റ എറിയാണ്. ആ കുന്തം അർജുൻ്റെ ദേഹത്ത് നന്നായി ആഴത്തിൽ കുത്തിക്കയറി എന്നുള്ളതാണ്. ഉടൻ തന്നെ അർജുൻ മുട്ടുകുത്തി വീണു എന്നുള്ളതാണ്. കുറേ ബുദ്ധിമുട്ടി അതിൽ നിന്ന് പുറത്തു വരാനായിട്ട്. ഉടൻ തന്നെ ഭഗവാൻ എന്ത് ചെയ്ത് രഥത്തെ ചുമ്മാ ഒന്ന് കറക്കി, ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ. അതായത് അർജുന് സ്വബോധം തിരിച്ചു കിട്ടുന്നവരെ ഭഗവാൻ രഥം ചുമ്മാ അങ്ങോട്ടും ഓട്ടിച്ചു എന്നുള്ളതാണ്. പിന്നെ അർജുൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അർജുന് നന്നായിട്ട് ദേഷ്യം വന്നു. സുദക്ഷിണനെ ഒന്ന് തുറച്ചു നോക്കി. എന്നിട്ട് ചെവി വരെ ഗാണ്ഡീവത്തിൻ്റെ ഞാണ് നന്നായി വലിച്ച് പിടിച്ചിട്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ അയച്ചു എന്നുള്ളതാണ്. അത് സുദക്ഷിണൻ്റെ രഥത്തെ തകർത്തു. എന്നിട്ട് വജ്രായുധത്തെ ആവഹിച്ച് സുദക്ഷിണൻ്റെ നെഞ്ചത്ത് തൂക്കി ഒരു അസ്ത്രം അയച്ചു എന്നുള്ളതാണ്. ആ അസ്ത്രം കൊണ്ടതോടുകൂടി രഥം തകർന്ന് തരിപ്പണമാവുകയും മരം വെട്ടിക്കഴിഞ്ഞാൽ മരം വീഴുന്നത് പോലെ സുദക്ഷിണൻ അവിടെ മരിച്ചു വീഴുകയാണ്. ഇതിനുശേഷം അർജുൻ സൂരസേന യോദ്ധാക്കളെയും അഭിസഹ യോദ്ധാക്കളെയും സിനി യോദ്ധാക്കളെയും വസതികൾ ഇവരെ എല്ലാവരെയും ആക്രമിക്കുകയാണ്. അവരെ എല്ലാം ഓട്ടിച്ചു, ആയുധങ്ങളെറിഞ്ഞു. അർജുനെതിരെ വരുന്ന ഒരുപാട് അസ്ത്രങ്ങളെ അർജുൻ തടുക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ എത്രയോ അസ്ത്രങ്ങൾ അർജുൻ്റെ കവചത്തിൽ കൊണ്ടിട്ട് അത് താഴെ വീഴുകയായിരുന്നു. പക്ഷെ ഒരു കുലുക്കവും ഇല്ലാതെ അർജുൻ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. തുടർച്ചയായിട്ട് കൗരവ സൈന്യത്തെ അടിച്ചമർത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ആ കൗരവ സൈന്യത്തിൻ്റെ മധ്യത്തിലൂടെ അർജുൻ എങ്ങനെ ഏത് വഴിയിലാണ് പോയെന്ന് എല്ലാവർക്കും കാണാൻ പറ്റും. കാരണം ശവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ഇരുപക്ഷത്തും. എന്നിട്ട് നടുക്ക് രഥത്തിൻ്റെ മാത്രം ഒഴിഞ്ഞ സ്ഥലവും, 2 പക്ഷത്തും ശവങ്ങൾ മാത്രം. എന്നിട്ട് രഥത്തിൻ്റെ മാത്രം ആ പോകുന്ന വഴി നടുക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അത് എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നു. അന്നേരം
ജയദ്രഥൻ്റെ അടുത്തോട്ട് അതിവേഗതയിൽ അർജുൻ ഇങ്ങനെ മുന്നോട്ട് വയ്ക്കൊണ്ടേയിരിക്കുകയാണ്. 60,000 യോദ്ധാക്കളെയാണ് 1 മണിക്കൂറിനുള്ളിൽ അർജുൻ കൊന്നത്. ഇനി ആരെങ്കിലും അതിൽ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും ഓടിയിട്ടുണ്ടെന്ന്. അവരെല്ലാം ദുര്യോധൻ്റെ അടുത്തും ദ്രോണാചാര്യരുടെ അടുത്തും രക്ഷയ്ക്കായിട്ട് പോയി അപേക്ഷിക്കാൻ തുടങ്ങി. ശ്രുതായുഷിൻ്റെ 3 ആൺമക്കൾ അർജുനെ ആക്രമിക്കുകയാണ്. അവർ ശക്തരായിട്ടുള്ള യോദ്ധാക്കളായിരുന്നു. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് അർജുനെ ആക്രമിച്ചു. അവർ തുടർച്ചയായിട്ട് എറിഞ്ഞ അസ്ത്രങ്ങൾ കാരണം ആർക്കും അർജുനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അസ്ത്രങ്ങളും കുന്തങ്ങളും പല തരത്തിലുള്ള ആയുധങ്ങളും അവർ ഭഗവാൻ കൃഷ്ണനും അർജുനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ക്രമേണ അർജുൻ അവരെല്ലാം തടുത്തു എന്നുള്ളതാണ്. ആ അസ്ത്രങ്ങളുടെ പുറകിൽ നിന്ന് വീണ്ടും അർജുൻ്റെ രഥം കാണപ്പെട്ടു. പിന്നെ ശക്രാസ്ത്രത്തെ ആവാഹിച്ച് 1000 അസ്ത്രങ്ങളെ അർജുന എറിഞ്ഞു ഇവർക്കെതിരെ. അവരുടെ എല്ലാം ആയുധങ്ങളെല്ലാം തകർത്തു. എന്നിട്ട് ഈ 3 കുമാരന്മാരുടെയും കൈകളും കാലുകളും തലയും എല്ലാം അറുത്തു എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ 3 കുമാരന്മാരെയും സഹായിച്ചുകൊണ്ടിരുന്ന കൗരവ യോദ്ധാക്കളും മരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കളിംഗ രാജ്യത്തിലെ 3 രാജകുമാരന്മാരെയും കൊന്നു. അർജുൻ അലറിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ജയദ്രഥൻ്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് പാണ്ഡവരും മറ്റ് കൗരവ യോദ്ധാക്കളും മറ്റു പല ദിശകളിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ പോലെ ശക്തമായിട്ട് അർജുൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബാക്കി പാണ്ഡവരെല്ലാം ഒരുപാട് പുറകിലായിപ്പോയി. അത്രയ്ക്ക് വേഗതയിലായിരുന്നു അർജുൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ ഈ വേഗത കണ്ടിട്ട് ദുര്യോധൻ ദ്രോണാചാര്യ അടുത്ത് പറഞ്ഞു, ഇപ്പോഴേക്കും ദ്രോണാചാര്യർ ജയദ്രഥൻ്റെ അടുത്ത് എത്തിയിരുന്നു. അവിടെ വെച്ച് എന്തായാലും അർജുനെ തടയാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവിടെ നിൽക്കുന്നത്. ദുര്യോധൻ സേനാപതിയായ ദ്രോണാചാര്യ നോക്കിയിട്ട് പറഞ്ഞു, ആചാര്യ, അർജുൻ നമ്മുടെ യോദ്ധാക്കളെല്ലാം കൊല്ലുന്ന കണ്ടില്ലേ? കാട്ടുതീ പോലെയാണ് അർജുൻ ഇങ്ങനെ മുന്നോട്ട് വരുന്നത്. ഈ ധനഞ്ജയനായ തീയെ നമ്മൾ എത്രയും പെട്ടെന്ന് തടുത്തേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ യോദ്ധാക്കളെല്ലാം ഇന്ന് തീരുന്നതായിരിക്കും. ജയദ്രഥനെ രക്ഷിക്കാനായിട്ട് ഇരിക്കുന്ന യോദ്ധാക്കളെല്ലാം ഭയപ്പെട്ടിരിക്കുകയാണ്. അങ്ങ് മാത്രമേ നമുക്കൊരു ആശ്രയമുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങ് പാണ്ഡവ പക്ഷത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് വേണ്ടി നന്മയായിട്ടുള്ള ഒന്നും അങ്ങ് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദുര്യോധൻ കുറേ കുറ്റം പറയും. ആ സമയത്ത് ഇത് പറയുമ്പോൾ ദുര്യോധൻ കർണനെ ഒന്ന് നോക്കുകയാണ്. പക്ഷേ ദുര്യോധന അറിയാമായിരുന്നു കർണന് പോലും അർജുനെ ഇപ്പം തടയാൻ കഴിയില്ല. ദ്രോണാചാര്യക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പിന്നെ ദ്രോണാചാര്യർ തന്നെയാണല്ലോ അർജുൻ്റെ ഗുരു. അതുകൊണ്ട് ശിഷ്യൻ്റെ ബലം എന്താണെന്നും ബലഹീനത എന്താണെന്നും എല്ലാം നന്നായിട്ട് അറിയാമല്ലോ. എന്നിട്ട് ദുര്യോധൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഞാൻ അങ്ങയെ സന്തോഷിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്ത പ്രത്യുപകാരത്തിന് പകരമായിട്ട് നിങ്ങളൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഒരിക്കലും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മളെ തന്നെ കൊല്ലാൻ നോക്കുകയാണ് നിങ്ങൾ തേൻ മുക്കിയ ഒരു വാളിനെ പോലെയാണ്. നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകിയതുകൊണ്ട് ഒറ്റ പേരിലാണ് ജയദ്രഥനോട് ഞാൻ പോകണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോൾ മണ്ടനായിരിക്കുകയാണ് അങ്ങേ വിശ്വസിച്ചത്. ഇപ്പോൾ അവൻ മരണത്തിൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ ജയദ്രഥനെ ആർക്കും അർജുനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് വളരെയധികം ദേഷ്യത്തിൻ്റെ അമർഷത്തിലും അർജുൻ കരയാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും അർജുനെ തടയാൻ ദ്രോണാചാര്യരെ നിർബന്ധിക്കാൻ വേണ്ടി തന്നെ
ദുര്യോധനൻ ദേഷ്യം കൊണ്ടും പക കൊണ്ടും കരയാൻ തുടങ്ങി. പിന്നെ ഈ ഒരു പറച്ചിലിൽ വേറൊരു പ്രത്യാഘാതം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതായത് ദ്രോണാചാര്യ യുദ്ധമേ നിർത്തിയിട്ട് പോകാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒരു മയത്തിൽ ദുര്യോധനൻ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ആചാര്യ എന്നോട് ക്ഷമിക്കണം, ഞാൻ അങ്ങേ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഞാൻ അങ്ങയുടെ കാല് പിടിച്ച് പറയാം, എങ്ങനെയെങ്കിലും ജയദ്രഥനെയും എൻ്റെ സൈന്യത്തെയും രക്ഷിക്കണം, അർജുനിൽ നിന്ന് രക്ഷിക്കണമെന്ന് ദുര്യോധനൻ പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ദ്രോണാചാര്യ ആകെ തളർന്നു. ദ്രോണാചാര്യ ചിന്തിക്കുകയാണ്, എത്രയോ പ്രാവശ്യം ഞാൻ ഈ ദുര്യോധനോട് പറഞ്ഞിരിക്കുന്നു. പക്ഷെ വീണ്ടും ദ്രോണാചാര്യ പറയുകയാണ്, ദുര്യോധന, നിൻ്റെ വാക്കുകൾ എനിക്ക് വേദന ഉണ്ടാക്കുന്നില്ല. നീ എൻ്റെ മകനെ പോലെ തന്നെയാണ്. ഞാൻ എത്രയോ പ്രാവശ്യം നിന്നെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം നിനക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. പക്ഷെ നീ ഒട്ടും കേൾക്കുന്നില്ല. ഞാൻ എപ്പോഴും നിൻ്റെ നന്മയെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിൻ്റെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെയല്ല യുധിഷ്ഠിരനെ ബന്ദിയാക്കാം എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തത്. അതേപോലെ തന്നെ ജയദ്രഥനെ രക്ഷിക്കാം എന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. പക്ഷേ അർജുനെയും കൃഷ്ണനെയും ഒരേ സമയത്ത് നമുക്ക് നേരിടാൻ കഴിയില്ല. രണ്ടുപേരും ഒരുമിച്ചൊരു രഥത്തിലിരിക്കുകയാണ്. ഞാൻ എൻ്റെ കഴിവിൻ്റെ എത്ര ശ്രമിച്ചാലും അതിൻ്റെ ഫലം എങ്ങനെയായിരിക്കണമെന്ന് അത് എൻ്റെ നിയന്ത്രണത്തിലല്ല. സർവോപരി വിധിയാണ് എല്ലാം നിശ്ചയിക്കുന്നത്. എല്ലാവരും വിധിയുടെ അടിമയാണ്. ഒരു വ്യക്തി എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ആ റിസൾട്ട്, അതിൻ്റെ ആ ഫലം കിട്ടണമെങ്കിൽ ആ വിധാതാവ് തന്നെ വിചാരിക്കണം. ആ വിധാതാവാണ് അർജുൻ്റെ രഥത്തിലിരിക്കുന്നത്. എല്ലാവരുടെയും വിധി നിശ്ചയിക്കുന്ന ആളാണ് ആ രഥത്തിലിരിക്കുന്നത്. അന്നേരം എല്ലാവരുടെയും തലയിലെടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് അന്നേരം പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നീ പറയൂ. ദ്രോണാചാര്യ സൈ കെട്ട് തല എങ്ങനെ ആട്ടി ജയദ്രഥനെ സംരക്ഷിക്കുന്ന യോദ്ധാക്കളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദ്രോണാചാര്യ ചിന്തിക്കുകയാണ്, നിങ്ങൾ എത്ര എന്നിട്ടും കാര്യമില്ല, നിങ്ങളെല്ലാവരും മരിക്കാൻ പോകുന്നത് എന്ന ദ്രോണാചാര്യ ചിന്തിക്കുക. കാരണം ജയദ്രഥനെതിരെ ആരും വന്നാലും ഇന്ന് അർജുൻ അവരെ ആരെയും വിടത്തില്ല. പിന്നെ അതുകൂടാതെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ സ്വന്തം കൂട്ടുകാരുടെ സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്തു കാരണം ഇതിനോടൊക്കെ എത്രയോ പ്രാവശ്യം അത് ചെയ്തിരിക്കുന്നു. പക്ഷേ ദുര്യോധന ഇതൊന്നും മനസ്സിലാവത്തില്ല. എന്നിട്ട് ദ്രോണാചാര്യ കൈ ഉയർത്തി പറഞ്ഞു, ജയദ്രഥനെ സംരക്ഷിക്കാനുള്ള അവസാനത്തെ വ്യൂഹമാണിത്. കാരണം ഞാൻ ഇനി അർജുനുമായിട്ട് ഇനി യുദ്ധം ചെയ്യത്തില്ല. കാരണം ഞാൻ അവിടെ യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്നെ മറികടന്ന് വീണ്ടും ഇവിടെ വരും. പിന്നെ ഞാൻ പോയാലും അവൻ എൻ്റെ അടുത്ത് എന്തായാലും യുദ്ധം ചെയ്യത്തില്ല. അതുകൊണ്ട് ദ്രോണാചാര്യക്ക് അറിയാമായിരുന്നു വളരെ ദുർഘടമായിട്ടുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പാണ്ഡവർ അവരുടെ നല്ല രീതിയിലൊരു ഉപായം കണ്ടുപിടിച്ചിരിക്കുക. അതായത് അർജുനോട് ധൈര്യമായിട്ട് മുന്നോട്ട് ഇടിച്ചു കയറിക്കോളാൻ പറഞ്ഞ് അന്നേരം ബാക്കിയുള്ള പ്രധാനപ്പെട്ട യോദ്ധാക്കളെല്ലാം ജയദ്രഥൻ്റെ അടുത്താണ്. ആ സമയം കൊണ്ട് പാണ്ഡവർ ബാക്കിയുള്ള എല്ലായിടത്തും കൊയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൊല വിളിക്കുകയാണ്. കാരണം നല്ല ചാൻസാണ്, അവരെ രക്ഷിക്കാൻ ആരുമില്ല. അന്നേരം ഭീമനും യുധിഷ്ഠിരനും ഇവിടുന്ന് അടുത്ത പണി തുടങ്ങിയെന്നുള്ളതാണ്. അന്നേരം പെട്ടിരിക്കുന്നത് ദ്രോണാചാര്യരും കൂട്ടരുമാണ്. അന്നേരം എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒരു പരിഭ്രാന്തിയിലാണ് കൗരവ കൂട്ടങ്ങൾ. എന്നിട്ട് അർജുനാണെങ്കിൽ ഒരു മയമില്ലാതെയാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ജയദ്രഥനെ സംരക്ഷിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അർജുൻ വരുന്നിടത്തെല്ലാം ഈ JCB പോകുന്ന പോലെ എല്ലാവരെയും ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആരെങ്കിലും അർജുനെ തടഞ്ഞേ പറ്റൂ. അന്നേരം ദ്രോണാചാര്യ ദുര്യോധനോട് പറഞ്ഞു, ദുര്യോധന, നിന്നെക്കൊണ്ട് മാത്രമേ ഇനി അർജുനെ തടയാൻ പറ്റൂ. നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. നീ ഒരു സാധാരണ വ്യക്തിയല്ലല്ലോ, നീ വലിയ മഹാരഥിയല്ലേ. അതുകൊണ്ട് നീ അർജുനെ വെല്ലുവിളിക്കൂ, എന്നിട്ട് അവനെ തടയൂ എന്ന് പറഞ്ഞു. ദുര്യോധന ഇതൊട്ടും വിചാരിച്ചില്ല. ദുര്യോധൻ പറഞ്ഞു, ആചാര്യ,
അങ്ങ് എന്തുറപ്പിലാണ് എന്നെ അർജുൻ്റെ മുമ്പിൽ പറഞ്ഞയക്കുക? എനിക്ക് ചിലപ്പം ദേവേന്ദ്രനെ ബന്ദിയാക്കാൻ കഴിയും, വജ്രായുധം പിടിച്ചുകൊണ്ടിരിക്കുന്ന ദേവേന്ദ്രനെ, ചിലപ്പോൾ ദേവന്മാരെ എല്ലാവരും എനിക്ക് ബന്ദിയാക്കാൻ കഴിയും. പക്ഷെ അർജുനെ എനിക്ക് എങ്ങനെ ബന്ദിയാക്കാൻ കഴിയും? അങ്ങ് കണ്ടില്ലേ കൃതവർമ്മ എങ്ങനെയാണ് തോൽപ്പിച്ചത്? അതുകൂടാതെ കളിംഗ രാജ്യത്തിലെ യോദ്ധാക്കളെല്ലാം കൊന്നത് കണ്ടില്ലേ? അന്നേരം ഞാൻ എങ്ങനെയാണ് അർജുനെ നേരിടുക? ഞാൻ അങ്ങനെയാണ് പൂർണ്ണമായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്, അതുകൊണ്ട് എന്നെ ഒന്ന് രക്ഷിക്കണം. അന്നേരം ഉടനെ ദ്രോണാചാര്യ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ടല്ലേ ഞാനും ഇവിടെ ഇരിക്കുന്നത്. അന്നേരം ഉപദേശിക്കാൻ എളുപ്പമാണ് ദ്രോണാചാര്യ പറഞ്ഞ, അർജുനെ ഇന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ സാധാരണ രീതിയിലാണെങ്കിൽ നിന്നോട് ഞാൻ ഇങ്ങനെ ഒരിക്കലും പറയത്തില്ല. പക്ഷേ ഇതിപ്പോൾ വലിയൊരു ദുർഘടഘട്ടമാണ്. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അർജുൻ നിമിഷങ്ങൾക്ക് ഇവിടെ വന്ന് ജയദ്രനെയും കൊന്നിട്ട് തിരിച്ചു പോകും. അതായത് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അർജുൻ്റെ മുമ്പിൽ അജയനാക്കി മാറ്റും. ഞാൻ നിനക്കൊരു പ്രത്യേകതരം കവചം ഇപ്പോൾ മന്ത്രജപത്താൽ റെഡിയാക്കി തരാം. ആ കവചം കാരണം മനുഷ്യർക്കോ ദേവന്മാരുടെ ഒരു ആയുധങ്ങൾക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ത്രിലോകങ്ങളിലുള്ള ആർക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. നീ ഒട്ടും ഭയപ്പെടേണ്ട. അത് അർജുന് മാത്രമേ ഈ കവചം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് നിൻ്റെ ഈ കവചം ഊരു, എന്നിട്ട് ഞാൻ ഈ കവചം മന്ത്രങ്ങൾ ജപിച്ച് ബ്രഹ്മദേവൻ പറഞ്ഞ ഈ കവചത്തെ നിനക്ക് അണിയിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ നിർഭയത്തോടു കൂടി അർജുനെ വെല്ലുവിളിക്കാം. ഉടൻ തന്നെ ദുര്യോധൻ കവചത്തെ ഊരി, എന്നിട്ട് ജലത്തെ ശുദ്ധീകരണ മന്ത്രങ്ങളാൽ ജപിച്ച് ആചമനം ചെയ്തു. എന്നിട്ട് മന്ത്രം ഉരുവിടാൻ തുടങ്ങി. ആ കവചത്തെ ശക്തമാക്കാനുള്ള, അപഹരിക്കാനുള്ള ആ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് അത് അണിയിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ദിവ്യ കവചം, എൻ്റെ മന്ത്രങ്ങളാൽ ശക്തമായിട്ടുള്ള ഈ കവചം സാക്ഷാൽ ബ്രഹ്മദേവൻ ഇന്ദ്രന് കൊടുത്തതാണ്. അതുകൊണ്ട് ഈ ഒരു കവചത്താലാണ് ദേവേന്ദ്രൻ വൃത്രാസുരനുമായിട്ട് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോ, നിനക്കൊട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഒട്ടും സമയമില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ നട്ടുച്ചയായി 13ാമത്തെ ദിവസത്തെ. അതേ സമയത്ത് പല ഭീകരമായിട്ടുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃഷ്ടദ്യുമ്നൻ മുന്നോട്ടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദ്രോണാചാര്യരെ അന്വേഷിച്ച്. ഭീമനാണെങ്കിൽ ധൃതരാഷ്ട്രപുത്രന്മാരുടെ പുറയിലാണ്. യുധിഷ്ഠിരൻ ശല്യനുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു, ശല്യൻ്റെ യോദ്ധാക്കളുമായിട്ട്. സാത്വികി ബാഹ്ലികനുമായിട്ട്, സഹദേവൻ ശകുനിയായിട്ടും, ഘടോത്കജൻ മറ്റ് രാക്ഷസന്മാരുമായിട്ട്, അലംബുഷനും അവരുമായിട്ടൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം സാധാരണ അസ്ത്രങ്ങളും ദിവ്യാസ്ത്രങ്ങളുമായിട്ട് അതിഭീകരമായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിശകളിലും കുരുക്ഷേത്രത്തിൽ. ഇതേ സമയത്ത് അർജുൻ കലപ്പ് വെച്ച് കൃഷിക്കാരൻ മണ്ണ് ഉഴുതുമറിക്കുന്നത് പോലെ, കൃഷി സ്ഥലം ഉഴുതുമറിക്കുന്നത് പോലെ കൗരവ പക്ഷത്തെ പരുവാക്കി എന്നുള്ളതാണ്. എന്നിട്ട് അർജുൻ വരുന്നോ എന്ന് ഇങ്ങനെ ജയദ്രഥൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ യോദ്ധാക്കളോടും. എന്നിട്ട് അർജുൻ ഇങ്ങനെ മുന്നോട്ട് വരുന്നു എന്ന് കേൾക്കുന്തോറും ജയദ്രഥന് ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണനും അശ്വത്ഥാമാവും നിരാശനായിട്ട് ജയദ്രഥൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. പക്ഷെ ഇനി ജയദ്രഥനിൽ നിന്ന് വെറും 30 കിലോമീറ്റർ മാത്രമേ അർജുൻ ദൂരെയുള്ളൂ. 30 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ ജയദ്രഥൻ്റെ അടുത്ത് എത്തും. അർജുൻ ഒരു ദയയില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളുടെ എല്ലാ സംരക്ഷണത്തെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അതും ഭഗവാൻ അതിവേഗതയിൽ രഥം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അർജുൻ്റെ അസ്ത്രം ഏകദേശം 3 കിലോമീറ്റർ ദൂരം വരെ പോകുന്നുണ്ടായിരുന്നു. 3 കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന ആൾക്കാരിൽ വരെ അർജുൻ്റെ അസ്ത്രം തുളച്ചു കയറുമായിരുന്നു. അതായത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ആർക്കും അർജുൻ്റെ അടുത്ത് നിൽക്കാൻ കഴിയില്ല. അത്രയ്ക്കും ശക്തമായിട്ടായിരുന്നു അസ്ത്രങ്ങൾ വന്നുകൊണ്ടിരുന്നത്.
അർജുൻ വളരെ ശക്തമായിട്ട് യോദ്ധാക്കളെ കൊന്നൊടുക്കുന്നു. അതേ സമയത്ത് എതിരാളികൾ അയക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും ഭഗവാൻ കൃഷ്ണൻ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറ്റുന്നു രഥത്തെ. അന്നേരം ചിലപ്പോൾ രഥം കറങ്ങും, ചിലപ്പം പുറമോട്ട് പോകും, ചിലപ്പം ലെഫ്റ്റും റൈറ്റും തിരിയും. അങ്ങനെ പല രീതിയിൽ രഥത്തെ കറക്കി അർജുനന് ഒരു അസ്ത്രം പോലും കൊള്ളേണ്ട സാഹചര്യം വരാത്ത രീതിയിൽ ഭഗവാൻ രഥം ഓട്ടിക്കുക എന്നുള്ള. ചില സമയത്ത് അർജുൻ വളരെ വേഗതയിൽ യുദ്ധം ചെയ്യും, ചില സമയത്ത് കുറച്ച് സ്പീഡ് കുറഞ്ഞ് യുദ്ധം ചെയ്യും, വേഗത കുറഞ്ഞു. പക്ഷേ യുദ്ധം ചെയ്യുന്ന ഒരിക്കലും നിർത്തിയിട്ടില്ലെന്നുള്ളതാണ്. തുടർച്ചയായിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. വില്ല് വളഞ്ഞു തന്നെ ഇരിക്കുന്നു, ഒരു അന്ത്യവും ഇല്ലാതെ അസ്ത്രങ്ങളുടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അർജുനെ നോക്കാൻ തന്നെ നല്ല ധൈര്യം വേണം. ആയിരക്കണക്കിന് യോദ്ധാക്കൾ, ചിലവർ നിർഭയരായിട്ട് അർജുൻ്റെ നേരെ ചാടി വീഴും. നിമിഷങ്ങൾക്കകം ഈയാമ്പാറ്റ തീയിൽപ്പെട്ടു പോകുന്ന പോലെ അവരെല്ലാം മരിച്ചു വീഴുക എന്നുള്ള. അങ്ങനെ സൂര്യൻ നട്ടുച്ച കഴിഞ്ഞ് മെല്ലെ മെല്ലെ പടിഞ്ഞാറ് ദിശയിലേക്ക് ഇങ്ങനെ നീങ്ങാൻ തുടങ്ങിയാണ്. ആ സമയത്ത് അർജുനെ വിന്ദനും അനുവിന്ദനും ആക്രമിച്ചു. അവന്തി ദേശത്തെ കുമാരന്മാരാണ്. അവർ രണ്ടുപേരും വലിയ മഹാരഥികളാണ്. രണ്ട് ഭാഗത്ത് നിന്ന് അർജുനെ ആക്രമിച്ചു. അവർ അലറിക്കൊണ്ട് ഒരു കൂട്ടം അസ്ത്രങ്ങൾ, 100 കണക്കിന് അസ്ത്രങ്ങൾ അർജുനെതിരെ എറിഞ്ഞു എന്നുള്ളതാണ്. പെട്ടെന്ന് അവർ ആക്രമിച്ചതുകൊണ്ട് അർജുന് ഒന്ന് സ്തംഭിച്ചു പോയി. 60 അസ്ത്രങ്ങളാണ് തുടർച്ചയായിട്ട് വന്നത്. അതേ സമയത്ത് ഭഗവാൻ കൃഷ്ണനും അസ്ത്രങ്ങൾ നന്നായി മുറിവേൽപ്പിച്ചു. കുതിരകൾക്കും അസ്ത്രങ്ങൾ കൊണ്ടു. ഓരോ കുതിരയ്ക്കും 20 അസ്ത്രങ്ങൾ വെച്ച് കൊണ്ടു എന്നുള്ളത്. ഇത് കണ്ടിട്ട് അർജുന് വലിയ ദേഷ്യമായി. അർജുൻ ഈ വിന്ദനും അനുവിന്ദനും എതിരെ അസ്ത്രങ്ങൾ അയച്ചു എന്നുള്ളതാണ്. രണ്ടുപേരെയും തടഞ്ഞു നിർത്തി എന്നുള്ളതാണ്. അവരും വീണ്ടും ശക്തമായിട്ട് ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ അയച്ചു. അർജുൻ നന്നായി ഉന്നം പിടിച്ച് അവരുടെ വില്ലുകൾ തകർത്തു. എന്നിട്ട് 2 അസ്ത്രങ്ങൾ കൊണ്ട് അവരുടെ കൊടിയടയാളം തകർത്തു. പിന്നെ ഒരു 12 അസ്ത്രങ്ങൾ വെച്ച് അവരുടെ സാരഥികളെയും കുതിരകളെയും കൊന്നുന്നില്ല. ഇതെല്ലാം നിമിഷങ്ങൾക്കകമായിരുന്നു നടന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ചിന്തിക്കുന്നതിന് മുമ്പേ 2 ചന്ദ്രകല ആകൃതിയിലുള്ള അസ്ത്രം അതിവേഗതയിൽ 2 പേരുടെയും തലയർത്തു എന്നുള്ളതാണ്. ആദ്യം വിന്ദൻ്റെ തലയാണ് അറുത്തത്. വിന്ദൻ്റെ തല അറുത്തു എന്ന് കണ്ടപ്പോൾ അനുവിന്ദൻ രഥത്തിൽ നിന്ന് ചാടി പുറത്തു വന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഗദയും പിടിച്ചുകൊണ്ട് അർജുൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് അർജുൻ അസ്ത്രങ്ങൾ അയക്കുന്നതിന് ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി വിന്ദൻ്റെ മരണത്തിൻ്റെ പ്രതികാരം തീർക്കാനായിട്ട് ഓടി വരികയാണ്. എന്നിട്ട് അർജുൻ്റെ രഥത്തിൻ്റെ അടുത്തെത്തി ഫുൾ ശക്തിയും പിടിച്ചുകൊണ്ട് ഭഗവാന്റെ നെറ്റിക്ക് നോക്കി ഒറ്റയടി എന്നുള്ളത്. ഹരേ കൃഷ്ണ. പക്ഷേ ഭഗവാൻ ഒരു കുലുക്കം പോലും ഇല്ല. പാവ അനുവിന്ദല്ലേ. നേരത്തെ ശ്രുതായുഷ ഇതേപോലെ ഗത എടുത്ത് ഭഗവാന്റെ തോളത്ത് ഒറ്റയടി, ഒരു കുലുക്കം ഭഗവാൻ ഉണ്ടായില്ല. അതേപോലെ അനുവിന്ദന് ഓടി വന്ന ഭഗവാന്റെ നെറ്റിക്ക് നോക്കിയ ഒരടി. ഭഗവാൻ ഒരു കുലുക്കം ഇല്ലെന്നല്ല. പക്ഷേ അർജുന് സഹിച്ചില്ല. ഭഗവാന്റെ നെറ്റി നോക്കി അടിച്ചു എന്ന് കണ്ടപ്പോൾ അർജുൻ അങ്ങോട്ട് ദേഷ്യം വന്നു. അന്നേരം ഭഗവാൻ എവിടെ ഇരിക്കുന്ന രഥത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ. അന്നേരം അനുവിന്ദനാണെങ്കിൽ വളരെ അടുത്ത് ഇരിക്കുകയാണ്. അർജുൻ നിമിഷങ്ങൾക്കകം 5 അസ്ത്രങ്ങൾ അയച്ചു. ഇത്രയും അടുത്തുനിന്നു. ആ അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ കൈ അറുത്തു, കാലുകളും അറുത്തു, തലയെ അറുത്തു എന്നുള്ള. തുണ്ടമായിട്ട് അനുവിന്ദൻ അവിടെ വീണു എന്നുള്ളതാണ്. ഒരു സ്ഫോടനത്തിൽ പാറ എങ്ങനെയാണോ, വലിയ പാറ എങ്ങനെ തകർന്ന് തരിപ്പണിയാവുന്ന പൊടിയാവുന്ന അതേപോലെ അവൻ്റെ ശരീരം തുണ്ടായി എന്നുള്ളത്. അന്നേരം അവന്തി സൈന്യത്തിൻ്റെ പ്രധാന നേതൃത്വം വഹിച്ച ഈ 2 യോദ്ധാക്കളും മരിച്ചു എന്ന് കണ്ടപ്പം
അവന്തി സൈന്യം മൊത്തത്തിൽ ഒരു കൂട്ടമായിട്ട് അർജുനെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ അർജുൻ ഒരു കൂട്ടം അസ്ത്രങ്ങളാൽ അവരെ എല്ലാവരെയും ആക്രമിച്ചു. ഭഗവാൻ അതിവിദഗ്ധമായിട്ട് ഈ അവന്തി സൈന്യത്തിന് ചുറ്റും രഥമിട്ട് കറക്കി. ആ സമയം കൊണ്ട് അർജുൻ പടപടാന്ന് അസ്ത്രങ്ങൾ അയച്ച് ആയിരക്കണക്കിന് യോദ്ധാക്കളെ കൊന്നു എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും 1000 യോദ്ധാക്കൾ അർജുനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അന്നേരം ഇവരെല്ലാവരും കൂടെ വന്ന് ഭഗവാന്റെ രഥത്തെ പിടിച്ചു നിർത്തി എന്നുള്ള. രഥം ഭഗവാനെ അനക്കാൻ പറ്റാത്ത അവസ്ഥയിൽ. അന്നേരം അത്രയ്ക്ക് കൂട്ടത്തോടു കൂടി എല്ലായിടത്തു നിന്നും അവർ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. രഥത്തിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. അപ്പോൾ അപ്പോഴും അസ്ത്രം അയച്ചുകൊണ്ടിരിക്കുക അർജുൻ. അന്നേരം ഭഗവാൻ പറഞ്ഞു, പാർത്ഥ, അതിദുർഘടമായിട്ടാണ് നമ്മുടെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുതിരകൾ സാധാരണ കുതിരകളല്ല, ദിവ്യ ദേവലോകത്തെ കുതിരകളാണ്. പക്ഷെ അവർ പോലും തളർന്നിരിക്കുകയാണ്. ഇനിയും ജയദ്രഥൻ്റെ അടുത്ത് എത്താൻ ഇനിയും ദൂരമുണ്ട്. അതുകൊണ്ട് കുതിരകൾക്ക് വിശ്രാമം വേണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അർജുൻ പറഞ്ഞു, മാധവ, ഞാൻ ഉടൻ തന്നെ ഒരു വഴി ഇവിടെ ഉണ്ടാക്കാം, ഒരു വിശ്രമിക്കാനായിട്ടുള്ള ഒരു വഴി ഇപ്പം സൃഷ്ടിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് രഥവും കൊണ്ട് അങ്ങ് അവിടെ വിശ്രമിക്കൂ, കുതിരകൾക്ക് വിശ്രമം കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ ദേഹത്ത് കുത്തിക്കയറിയിരിക്കുന്ന അസ്ത്രങ്ങളെ മാറ്റുവാനേ ഞാൻ അപ്പോഴത്തേക്കും ഈ യോദ്ധാക്കളെല്ലാം തടയാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഒരു കൂട്ടം അസ്ത്രങ്ങൾ പടപടാന്ന് അയച്ച് അവരെ കുറേ സൈനികരെ ഓടിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അർജുൻ രഥത്തുനിന്ന് ചാടി താഴെ ഇറങ്ങി. എന്നിട്ട് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരുന്നു. ആ സമയം കൊണ്ട് ഭഗവാൻ രഥത്തെ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി. അർജുൻ ഒരു സ്ഥലം ഒഴിച്ചു മാറ്റി അസ്ത്രങ്ങൾ അയച്ച് ഒരു കൂട്ടം യോദ്ധാക്കളെ കൊന്നു. അപ്പോൾ കൗരവർ അർജുൻ രഥമൊന്നും ഇല്ലാതെ താഴെ നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചു, ഇത് നല്ല അവസരമാണെന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് അവർ ചാടി മുന്നോട്ട് വന്നു എന്നതാണ്. ആ സമയത്ത് അവർ ഭഗവാൻ കൃഷ്ണനെയോ രഥത്തെയോ ഒന്നും ശ്രദ്ധിച്ചില്ല. എന്നിട്ട് എല്ലാ ആയുധങ്ങളും അർജുനെതിരെ എറിയുകയാണ്. അർജുൻ രഥം പോലും ഇല്ലാതെ തറയിൽ നിന്നുകൊണ്ട് പടപടാന്ന് അസ്ത്രങ്ങൾ അയക്കാൻ തുടങ്ങി. കറങ്ങി 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 അർജുന് ചുറ്റുന്നും അസ്ത്രങ്ങൾ, സൂര്യനിൽ നിന്നും സൂര്യരശ്മി വരുന്നത് പോലെ അസ്ത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ദിശകളിൽ നിന്നും. അർജുൻ്റെ ചുറ്റും നിൽക്കുന്ന ആർക്കും പിടിച്ചിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് കറങ്ങി കറങ്ങി അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കും ചെറിയൊരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല അർജുനെ വീഴ്ത്താനായിട്ട്. ഇനി ആരെങ്കിലും അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അസ്ത്രങ്ങൾ അവരെ തുണ്ടം ആക്കും എന്നുള്ളതാണ്. അതായത് കൈ ഏതാ കാലേതാ ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. നിമിഷങ്ങൾക്കകം ബോഡി തുണ്ടം ആവുന്നു. അത്രയ്ക്ക് ശരീരമൊക്കെ ചെതറിപ്പോവും. അത്രയ്ക്ക് വേഗതയിലാണ് അർജുൻ്റെ അസ്ത്രങ്ങൾ വരുന്നത്. അന്നേരം എല്ലാവരും പേടിക്കാനും തുടങ്ങി. ഒരുപാട് കൗരവർ പിന്മാറാൻ തുടങ്ങി. എന്നിട്ട് അർജുൻ നിമിഷങ്ങൾക്കകം ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണ അർജുനോട് പറഞ്ഞു, അർജുന, ഇവർക്ക് വെള്ളം വേണം. ഉടൻ അർജുൻ പറഞ്ഞു, ഇപ്പം തന്നെ റെഡിയാക്കാം ഭഗവാനെ പറഞ്ഞു. ഉടൻ തന്നെ ഇവരുമായിട്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു അസ്ത്രം മന്ത്രം ജപിച്ച് അർജുൻ അയച്ചു. അന്നേരം അർജുൻ്റെ വേഗത എന്തുമായിരിക്കാം. ആയിരക്കണക്കിന് ആൾക്കാർ ചുറ്റും ഇങ്ങനെ യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ വരുണാസ്ത്രത്തെ ആവാഹിച്ച് അർജുൻ ഒരു അസ്ത്രം അയച്ചു എന്നുള്ളതാണ്. ഉടൻ തന്നെ അവിടെ വലിയൊരു കുളം തയ്യാറായി എന്നുള്ളതാണ്. ആ കുളത്തിൽ കുറേ അരയന്നങ്ങൾ, താറാവുകൾ, മീനുകൾ, താമരയെല്ലാം ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു, വിരിഞ്ഞ് നിൽക്കുന്നു. കുറേ ചുറ്റും അതിൻ്റെ തീരത്തായിട്ട് കുറേ മുല്ലകളുമുണ്ട്. എന്നിട്ട് നല്ല കണ്ണാടി പോലെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം. എന്നിട്ട് അവിടെ അതീവ സുന്ദരമായിട്ടുള്ള തണുത്ത കാറ്റും വീശുന്നുണ്ട്. കുറച്ച് ഋഷിമാർ അവിടെ ഇരുന്ന് തപസ്സും ചെയ്യുന്നുണ്ട്. അതായത് അർജുൻ വരുണാസ്ത്രം കൊണ്ട് ദേവലോകത്തിലെ ഒരു ഗാർഡനെ ഇങ്ങ് കൊണ്ടുവന്നുള്ളതാണ്. എന്തുമല്ലേ. എന്നിട്ട് അടുത്തൊരു ദിവ്യാസ്ത്രം കൊണ്ട് അർജുൻ അവിടെ ഒരു തൊഴുത്ത് പടിഞ്ഞു എന്നുള്ളതാണ്, അസ്ത്രങ്ങൾ കൊണ്ട്.
ഇത് കണ്ടിട്ട് ഭഗവാൻ ചിരിയോടെ ചിരി. എന്നിട്ട് ഭഗവാൻ ഭേഷ് അർജുൻ ഭേഷ്, അടിപൊളി എന്നുള്ള രീതിയിൽ ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു നീ നല്ല മിടുക്കൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കുതിരകളെ ആ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടി. എന്നിട്ട് അവർക്ക് നന്നായിട്ട് വെള്ളം കൊടുത്തു. എന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം അവർ ആ പുല്ലിൻ്റെ മുകളിൽ കിടന്നുറങ്ങാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാൻ ആ സമയം കൊണ്ട് അവരുടെ അസ്ത്രങ്ങളൊക്കെ ഊരിയെടുത്തു. എന്നിട്ട് അവരുടെ ദേഹമൊക്കെ ഒന്ന് അമർത്തി കൊടുക്കാൻ തുടങ്ങി ഭഗവാൻ കൃഷ്ണൻ. ഈ സമയം കൊണ്ട് കൗരവർ അർജുനെ വെല്ലുവിളിച്ച് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും അർജുൻ തറയിൽ തന്നെ നിന്ന് യുദ്ധം ചെയ്യാൻ രഥമില്ലല്ലോ. എത്രയോ കുന്തങ്ങളും വാളുകളും എല്ലാം അർജുനെതിരെ വരികയാണ്. പക്ഷേ അർജുൻ സുമേരു പർവ്വതത്തെ പോലെ അനങ്ങാതെ നിൽക്കുകയായിരുന്നുള്ളതാണ്, ഒരു കുലുക്കും ഇല്ലാതെ. അങ്ങനെ പക്ഷെ അർജുൻ ഒറ്റയ്ക്ക് എല്ലാവരും തകർത്തു. ആരൊക്കെ അടുത്ത് വരുന്നു അവരെല്ലാം ചത്തു വീഴുകയായിരുന്നു. അങ്ങനെ അസംഖ്യം തേരാളികളെയും കുതിരപ്പടയാളികളെയും ആനപ്പടയാളികളെയും എല്ലാം അർജുൻ യമപുരിയിലേക്ക് അയച്ചു എന്നുള്ളതാണ്. ഇത് കണ്ടിട്ട് ദേവന്മാരെല്ലാം അഭിനന്ദിക്കുമായിരുന്നു അർജുനെ. കൗരവർ പക്ഷത്തെ പല യോദ്ധാക്കൾ പോലും അർജുൻ്റെ ഈ സാഹസികത കണ്ടിട്ട്, പരാക്രമം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. അവരെല്ലാം അഭിനന്ദിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് അവർ ഇതും കണ്ടുകൊണ്ടിരിക്കും, ഈ യുദ്ധക്കളത്തിൻ്റെ ഇടയിൽ ഈ കുളമൊക്കെ എവിടെ നിന്ന് വന്നു. അതവർ കണ്ടു അർജുൻ റെഡിയാക്കിയത്. അത് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർ അതും കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും നേരം യുദ്ധം ചെയ്തിട്ടും ഒരു രഥം പോലും ഇല്ലാഞ്ഞിട്ടും അർജുൻ്റെ വേഗതയ്ക്കോ അർജുൻ്റെ ആ ശക്തിക്കോ ഒരു കുറവില്ലെന്നുള്ളതാണ്. അർജുൻ ഇപ്പോഴും അതിവിദഗ്ധമായിട്ടാണ് അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ കുതിരകളെ എല്ലാം നന്നായിട്ട് ഒന്ന് റെഡിയാക്കി. എന്നിട്ട് കുതിരകളൊന്ന് റിലാക്സ്ഡ് ആയപ്പോഴത്തേക്ക് അവർക്ക് വീണ്ടും ഒരു ഊർജം കിട്ടി. എന്നിട്ട് അർജുൻ്റെ അടുത്തേക്ക് രഥം വീണ്ടും എത്തിച്ചു എന്നുള്ളതാണ്. ആ എത്തിച്ച ഉടൻ തന്നെ ആ കുളം പക്ഷികളും എല്ലാം ഋഷിമാരെല്ലാം അവിടെ നിന്ന് അദൃശ്യമായെന്നുള്ളതാണ്. വീണ്ടും ശംഖൂതി അർജുൻ രഥത്തിൽ കയറുകയാണ്. എന്നിട്ട് അർജുൻ ഭഗവാൻ കൃഷ്ണനോട് രഥം മുന്നോട്ട് കൊണ്ടുപോകാൻ പറയുകയാണ്. അങ്ങനെ കൗരവ പക്ഷത്തിൻ്റെ മധ്യത്തിലൂടെ വീണ്ടും രഥം മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് അർജുൻ്റെ അസ്ത്രങ്ങൾ ചീറിപ്പാഞ്ഞു വന്നുകൊണ്ടേയിരിക്കുകയാണ്, കൊടുങ്കാറ്റ് പോലെ. അന്നേരം കൗരവർ എല്ലാവരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആർക്കും അവിടെ തടയാൻ കഴിയില്ല. അവരെല്ലാവരും ദുര്യോധനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ വൃത്തികെട്ട ദുര്യോധനൻ കാരണമാണ് ഈ നമ്മളിപ്പോൾ മരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത്. എത്ര യോദ്ധാക്കളാണ് ആ ഒരുത്തൻ്റെ അത്യാഗ്രഹം കാരണം നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ടുപേരും കൃഷ്ണനും അർജുനന്മാർ ആരെയും വെറുതെ വിടത്തില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജയദ്രഥൻ്റെ ശേഷക്രിയയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ ദുര്യോധനോട് പറയാം. കാരണം ഇനി എന്തായാലും ജയദ്രഥൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ അർജുനൻ ഒട്ടും തളരാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സൂര്യാസ്തമയത്തിന് വെറും 4 മണിക്കൂർ മാത്രം അവശേഷിക്കുന്നു. ഇനിയും 15 കിലോമീറ്റർ മുന്നോട്ട് പോകണമെന്നുള്ള. അന്നേരം